السلام عليكم ورحمة الله وبركاته. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله، وصلى الله على نبينا محمد وعلى آله وصحبه وسلم تسليما كثيرا. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. وأعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. ഏറെ ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, സഹോദരി സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ ദീനിൻ്റെ പ്രബോധനം അതൊരു ഉത്തരവാദിത്തമായി ഏറ്റെടുത്തുകൊണ്ട് അതിൻ്റെ മുന്നോടി എന്നോണം ദീനിനെ നമ്മൾ സ്വയം അറിയുക, പഠിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സ്വാലിഹായ കർമ്മമായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. തുടക്കം മുതൽ അവസാനം വരെ ഇഖ്ലാസ് നഷ്ടപ്പെട്ടു പോകാതെ അത് കാത്തു സൂക്ഷിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്. നമ്മുടെ ഏത് വിഷയങ്ങളിലും നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ടുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഇഖ്ലാസ് എന്നുള്ളത്. അതെങ്ങാനും തെറ്റിപ്പോയാൽ നമ്മൾ ചെയ്യുന്ന അധ്വാനങ്ങൾ അത് എത്ര വലുതു തന്നെയാണെങ്കിലും അതുകൊണ്ട് യാതൊരു കാര്യവും ഇല്ല എന്നുള്ളതാണ്. നമ്മൾ സാധാരണ കേൾക്കുന്നൊരു ഹദീസ് ഉണ്ടല്ലോ, 3 വിഭാഗം ആളുകൾ ആദ്യം നരകത്തിലേക്ക് പോകും എന്നുള്ളത്. ആ ഹദീസിനെ വിശദീകരിക്കുന്ന അടുത്ത് ചില പണ്ഡിതന്മാർ പറയാണ്, അബൂലഹബിനേക്കാൾ അബൂജഹലിനേക്കാൾ മുമ്പേ അവനെ അള്ളാഹു നരകത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നു. അതാണ് അവ്വലു മൻ തുസഅറു ബിഹിമിൻ നാറു യൗമൽ ഖിയാമ. ആദ്യം നരകത്തിലേക്ക് പോകുന്നവർ ഇഖ്ലാസ് ഇല്ലാതെ കർമ്മങ്ങൾ ചെയ്തവർ. അതുകൊണ്ട് ഇഖ്ലാസ് ഉണ്ടെങ്കിലോ നമ്മുടെ ഓരോ ചലനവും, നമ്മൾ ഇവിടെ ഇരുന്ന് എഴുതുന്നതും നമ്മൾ ശ്രദ്ധിക്കുന്നതും എല്ലാം നമ്മുടെ പരലോകത്തേക്കുള്ളൊരു മുതൽക്കൂട്ടാണ് എന്നും ആമുഖമായി മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതമാണ് ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള നമ്മുടെ ഏതാനും ഒരുമിച്ച് കൂടലുകളിലൂടെ വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഒരു പ്രബോധകനെ സംബന്ധിച്ചിടത്തോളം, പ്രബോധകൻ എന്ന് മാത്രമല്ല, ജീവിതത്തിന്റെ വിവിധങ്ങളായ മേഖലകളിലേക്ക് കയറുന്ന ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എന്ന് പറയുന്നത് വലിയൊരു ആവേശമാണ്. പലപ്പോഴും നമ്മളൊക്കെ ചിന്തിക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട്, ജീവിതത്തിൽ ഒരുപാട് ടെൻഷനുകളാണ്, മനസ്സിനെ അലോസരപ്പെടുത്തുന്ന, മനസ്സിന് പ്രയാസമുണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ദീനീ മേഖലയിലേക്കോ അല്ലെങ്കിൽ ദഅവത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കോ ഇറങ്ങാൻ മാനസികമായി എനിക്കൊരു ശക്തി ലഭിക്കുന്നില്ല, കഴിയുന്നില്ല എന്ന് നമ്മൾക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അങ്ങനെ തോന്നരുത് എന്നുള്ളൊരു അറിയിപ്പ് കൂടിയാണ് സത്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം. ലോകത്ത് ഒരാളും അനുഭവിക്കാത്ത വേദനകൾ, ഒരാളും അനുഭവിക്കാത്ത മാനസികമായ വ്യഥകൾ, അതെല്ലാം അനുഭവിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളർന്നു വരുന്നത്. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുമ്പോൾ തന്നെ വാപ്പയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിന് 2 മാസം മുമ്പേ പിതാവ് മരണപ്പെട്ടിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യതീമായി കൊണ്ടാണ് വളർന്നു വരുന്നത്. അലം യജിദ്ക യതീമൻ ഫആവാ വവജദക ളാല്ലൻ ഫഹദാ വവജദക ആയിലൻ ഫഅഗ്നാ. നിങ്ങളെ നാം ഒരു യതീമായി കണ്ടു, നാം നിങ്ങൾക്ക് അഭയം നൽകി. നിങ്ങളെ നാം സമ്പത്തില്ലാത്തവനായി കണ്ടു, നിങ്ങൾക്ക് നാം സമ്പത്ത് നൽകി. അഭയകേന്ദ്രമില്ലായിരുന്നു, നാം നിങ്ങൾക്ക് അഭയം നൽകി.
അപ്പൊ ഇല്ല എന്നൊരു അവസ്ഥ ഉണ്ടെങ്കിലും ആ റബ്ബിൽ അങ്ങോട്ട് തവക്കുൽ ചെയ്തുകൊണ്ട് മുന്നോട്ട് നീങ്ങാൻ സാധിച്ചാൽ റബ്ബ് തരും എന്നുള്ള പ്രതീക്ഷയും ആ ഒരു തവക്കുലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു തആല കൊടുത്ത അത്തരം അനുഗ്രഹങ്ങളൊക്കെ ഖുർആൻ പ്രത്യേകം എടുത്തു പറയുന്നത് നമ്മൾക്ക് പാഠത്തിന് വേണ്ടിയാണ്. അലം നശ്റഹ് ലക സദറക വവദഅനാ അൻക വിസ്റക അല്ലദീ അൻഖള ളഹറക വറഫഅനാ ലക ദിക്റക ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ. ഒരു പൊതു തത്വം പഠിപ്പിക്കുകയാണ്. നിങ്ങളുടെ ഭാരങ്ങൾ നമ്മൾ അഴിച്ചു വെച്ചു, ചങ്ങലക്കെട്ടുകളിൽ നിന്ന് നിങ്ങൾക്ക് നാം മോചനം നൽകി, മനസ്സിന് വിശാലത നൽകി. പക്ഷെ ഇതൊന്നും പെട്ടെന്ന് കിട്ടൂല. ഇന്ന മഅൽ ഉസ്രി യുസ്റ. ആദ്യം കുറച്ച് ഞെരുക്കുണ്ടാവും, യാത്ര ചെയ്യേണ്ടി വരും, ബുദ്ധിമുട്ടേണ്ടി വരും, വീട്ടിലെ സുഖങ്ങളും സന്തോഷങ്ങളും ചിലപ്പോൾ കുറച്ച് മാറ്റി വെക്കേണ്ടി വരും. അങ്ങനെ ഉസ്റിലും ഞെരുക്കത്തിലും കുറച്ചൊക്കെ കഷ്ടപ്പെട്ടാൽ പിന്നെ ഭാവിയിൽ അത് വലിയൊരു വിശാലമായ ഒരു നല്ല ഒരു സന്തോഷത്തിന്റെ അവസ്ഥ ഉണ്ടാകുമെന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാപ്പയില്ലാത്ത ജനനം എന്ന് പറഞ്ഞാൽ മരിക്കുന്നതിന് 2 മാസം മുമ്പ് വാപ്പ, ജനനത്തിന് 2 മാസം മുമ്പ് വാപ്പ മരിച്ചിട്ടുണ്ട്. അങ്ങനെ ജനിച്ച് കുറച്ച് കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്താപ്പ സംരക്ഷിക്കുന്നു. ആ മൂത്താപ്പയും കുറച്ച് കാലങ്ങൾക്ക് ശേഷം മരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ 6ാമത്തെ വയസ്സോടുകൂടി മരിക്കുന്നു. അതേപോലെ പ്രവാചകന്റെ എളാപ്പ, അത് മൂത്താപ്പയാണ് എളാപ്പയാണ് എന്ന 2 അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അമ്മ എന്നാണ് അറബിയിൽ പറയാ, മൂത്താപ്പ എന്നുള്ളതാണ് പ്രബലമായ അഭിപ്രായം. ഏതായാലും അബൂ ത്വാലിബ് സംരക്ഷിക്കുന്നു. അബൂ ത്വാലിബ് മരിക്കുന്നു. കൂടെയുണ്ടായിരുന്ന ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹ മരിക്കുന്നു. അത് ഒരുപാട് ഒറ്റപ്പെടൽ. നമ്മൾ അങ്ങനെ ജീവിതത്തിൽ വന്ന് നമ്മളെന്താ പറയാ, എനിക്കിനി ഒന്നിനും കഴിയില്ല, ഞാൻ ആകെ തളർന്നു. എനിക്ക് അഭയം നൽകിയവരും എന്നെ സംരക്ഷിച്ചവരും എന്നെ വളർത്തിയവരും ഒക്കെ എന്നിന്ന് വിട്ടുപോയി. ഒന്നും വേണ്ട, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിച്ചു. അതില് മക്കളുണ്ടായി. അതിൽ 3 ആൺകുട്ടികളും മരിച്ചു. അബ്ദുള്ള, ഖാസിം, ഇബ്രാഹിം. 3 ആൺകുട്ടികളും മരിച്ചു. 1ാമത്തെ മകൻ ഖാസിമാണ്, പിന്നെ അബ്ദുള്ളയാണ്, ഏറ്റവും ചെറിയ മകൻ ഇബ്രാഹിമാണ്. ഇബ്രാഹിം ഖദീജയിൽ നിന്നല്ല, മാരിയത്തുൽ ഖിബ്തിയ എന്ന് പറയുന്ന അടിമ സ്ത്രീയിൽ നിന്നാണ്. പക്ഷെ ആൺകുട്ടികൾ ആരും ബാക്കിയില്ല, എല്ലാവരും മരിച്ചു. അങ്ങനെ നമ്മുടെ ജീവിതത്തിലുണ്ടായ എന്താ പറയാ, ഇനി എനിക്ക് ദഅവത്തിന് ഇതിനൊന്നും ഇറങ്ങാൻ എന്നെ കൊണ്ടാവൂല, ഞാൻ ആകെ ടെൻഷനിലാണ്. എല്ലാ ടെൻഷനുകളും മാറ്റിക്കളയുന്ന ഒന്നാണ് അള്ളാഹുവിന്റെ ദീനിന്റെ വഴിയിൽ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ. അതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. പെൺകുട്ടി മരിച്ചു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആദ്യം കല്യാണം കഴിച്ചത് പ്രവാചകന്റെ 2ാമത്തെ മകളെയാണ്. അതിനുശേഷം ബദർ യുദ്ധ സന്ദർഭത്തിലാണ് അവർ മരിക്കുന്നത്, പനി പിടിച്ചു മരിച്ചു. പിന്നെ ബദർ കഴിഞ്ഞിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് 2ാമത്തെ മകളെ കല്യാണം കഴിച്ചു കൊടുത്തു. അങ്ങനെയാണ് ദുന്നൂറ എന്നുള്ള പേര് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ലഭിക്കുന്നത്. ആ പെൺകുട്ടി മരിക്കുക, പേരക്കുട്ടി മരിക്കുക, ആൺകുട്ടികൾ ഉണ്ടായവരൊക്കെ മരിക്കുക. മരിച്ചു എന്ന് മാത്രമല്ല, നാട്ടുകാരെല്ലാവരും കൂടി റസൂലിനെ എതിര് പറയാ, കണ്ടോ ഇത്രയേ ഉള്ളൂ മുഹമ്മദിന്റെ കാര്യം, ആൺകുട്ടികളൊക്കെ മരിച്ചു, മുഹമ്മദിന് പിന്തുടർച്ചല്ല, മുഹമ്മദ് അബ്തറാണ്. അബ്തർ എന്ന് പറഞ്ഞ വാലറ്റവൻ, വാല് മുറിഞ്ഞവൻ, തുടരാന് പേക്കിന് ആളില്ല, ഇതെന്ത് മുഹമ്മദ്, എന്ത് നബിയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അല്ലാഹു ആയത്തിറക്കി, ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസ്വല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. റസൂല, നിങ്ങളെ പരിഹസിക്കുന്നവനാരോ നിങ്ങളെ എതിർക്കുന്നവനാരോ അവനാണ് വാലറ്റവൻ, നിങ്ങൾ വിഷമിക്കണ്ട, അല്ലാഹു സന്തോഷിപ്പിക്കുകയാണ്. അപ്പോ ഈ ജീവിതത്തിൽ എവിടെ നോക്കിയാലും ഇനി ഒന്നും വേണ്ട, നാട്ടുകാര് കല്ലെടുത്തെറിയ. ഞാനിത് ആമുഖം പറയാനുള്ള കാരണം നമ്മളിപ്പോ ഇത് പഠിക്കുന്നത് ഒന്ന് നമ്മുടെ ജീവിതത്തിന് വേണ്ടിയാണ്. ആ ജീവിതം നമ്മൾ ഏറ്റെടുത്ത് സമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ബാധ്യത ഏറ്റെടുത്തവരാണ് നമ്മുടെ ഈ കൂട്ടായ്മ. അല്ലാതെ കൂട്ടായ്മയ്ക്ക് വേണ്ടി കൂട്ടായ്മയല്ലല്ലോ. നമ്മൾ അറിയാനും പഠിക്കാനും ജീവിതം നന്നാകുവാനും പരിശുദ്ധമാകുവാനും അതിലൂടെ നമ്മൾ പഠിച്ചതുപോലെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനും. അപ്പൊ അതിന് നമുക്കൊരു ആവേശം വേണം, ഒരു ഊർജം വേണം, ഒരു മനോധൈര്യം വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അതിന് പരിപൂർണമാണ്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കക്കാരെ മുഴുവൻ എതിർത്തു, കല്ലെടുത്തെറിയ. നമ്മുടെ നാട്ടിൽ കൂടെ നടക്കുമ്പോൾ ഒരാൾ നമ്മളെ കല്ലെടുത്തെറിയുന്ന രംഗം നമ്മൾ ആലോചിക്കും. എത്ര ശാരീരിക വിഷമം പോട്ടെ, അത് വേദന ഒക്കെ, പക്ഷെ മാനസികമായൊരു വിഷമം എത്രത്തോളം ഉണ്ടാവും. ചെറിയ കുട്ടികൾ പിന്നാലെ വന്ന് കല്ലെടുത്തുകൊണ്ട് എറിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ക്ഷമിക്കുന്നു. അപ്പൊ അവിടെയും ഒറ്റപ്പെടില്ല, നാട്ടിൽ നിന്ന് ഒരു പ്രയാസം. എന്നാൽ ഇനി ഉമ്മാന്റെ കുടുംബക്കാർ ത്വായിഫിലുണ്ട്, അവിടെ പോയ സമാധാനം കിട്ടും. അങ്ങോട്ട് പോയി നോക്കുമ്പോഴോ അവിടുത്തെ ആളുകൾ കല്ലെടുത്തെറിഞ്ഞ് വീണ്ടും മാട്ടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയിലേക്ക് ഒരിക്കൽ മക്കയിലെ മുശ്രിക്കുകൾ കുറെ ചരല് വാരി എറിഞ്ഞിട്ട് മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ വന്നിട്ട് കരഞ്ഞുകൊണ്ട് റസൂലിന്റെ തലേന്ന മുടി ഇങ്ങനെ കുടഞ്ഞിട്ട് മണ്ണ് കൊട്ടിക്കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമയെ അണച്ചു പിടിച്ചിട്ട് പറഞ്ഞു, മോളെ ഫാത്തിമ ലാ തുബ്കി, ഇന്ന റബ്ബക യൻസുറു അബാക്,
നമ്മുടെ റബ്ബ് നിന്റെ വാപ്പയെ സഹായിക്കും, അതുകൊണ്ട് നീ കരയണ്ട. അപ്പൊ കണ്ടോ, മക്കളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് മറ്റുള്ള ആളുകൾ ചെയ്യുമ്പോൾ അത് വേറൊരു വിഷമമാണ് എന്ന് പറഞ്ഞ വിഷമത്തിന്റെ എല്ലാ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ ഉണ്ടായിട്ടുണ്ടെന്നർത്ഥം. അവസാനം എന്താ ഉണ്ടായത്? ആ മക്ക റസൂലിന്റെ കയ്യിലായി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേൾക്കാൻ വയ്യാത്ത ആളുകൾക്ക് അവിടെ വിട്ട് പോകേണ്ടി വന്നു. 8-9 ആളുകളെ മക്കം ഫത്തിന് സന്ദർഭത്തിൽ കൊല്ലാൻ വേണ്ടി കൽപ്പന കൊടുത്തവരൊക്കെ നാട് വിട്ടുപോയ രംഗങ്ങളുണ്ട്. അതിൽ ചില ആളുകൾ വിശ്വാസം സ്വീകരിച്ച് പിന്നീട് തിരിച്ചു വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമ്മൾ പഠിക്കുന്നത് വെറുതെ ഒരു ചരിത്ര വായനയല്ല. അത് നമുക്കൊരു ആവേശമാണ്, നമുക്കൊരു പിൻബലമാണ്, നമുക്കൊരു ഊർജമാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോയ സ്വർഗത്തിലേക്കാണ് ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചാൽ നമുക്കൊക്കെ പോകാനുള്ളത്. അതുകൊണ്ട് ജീവിതം നമ്മൾ വെറുതെ നശിപ്പിക്കേണ്ടതല്ല എന്ന ഒരു ധാരണ കൂടി നമ്മൾ ഇതിലൂടെ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം ക്രിസ്തു വർഷം 571 അന്നാണ് ആനക്കലഹം നടക്കുന്നത്. ആ വർഷം അങ്ങനെ റബീഉൽ അവ്വൽ മാസം തിങ്കളാഴ്ചയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം. ആ വിഷയത്തിൽ ആർക്കും തർക്കമില്ല, തിങ്കളാണ് എന്ന വിഷയത്തിൽ. അതുകൊണ്ടാണ് ഇമാം മുസ്ലിമിന്റെ ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ എല്ലാ തിങ്കളാഴ്ചയും നോമ്പെടുക്കുന്നത് കണ്ടപ്പോൾ ആളുകൾ ചോദിച്ചു, എന്തിനാ പ്രവാചകർ നിങ്ങൾ എല്ലാ തിങ്കളാഴ്ചയും നോമ്പെടുക്കുന്നത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി, ദാലിക യൗമുൻ വുലിത്തു ഫീഹി, അന്ന് ഞാൻ ജനിച്ച ദിവസമാണ്. അപ്പൊ നബിദിനാഘോഷം ആരെങ്കിലും കഴിക്കുകയും അതിന് തെളിവുണ്ട് അന്ന് അത് ആ ഭക്ഷണം ഉണ്ടാക്കണം, ഈ ഭക്ഷണം ഉണ്ടാക്കണം എന്നിങ്ങനെ പറഞ്ഞ് നടക്കുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും വരുമ്പോ ഇനി നമുക്കൊരാളെയും വിളിക്കേണ്ട ആവശ്യമില്ല, ഞാൻ പഠിച്ച റസൂൽ അന്ന് നോമ്പെടുക്കാനാ പറഞ്ഞത്. അന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത്, അന്ന് നോമ്പാണ് ഇസ്ലാമിൽ. ശരി, ദാലിക യൗമുൻ ഉലിത്തു ഫീഹി വയൗമുൻ ബുഇസ്തു ഔ ഉൻസില അലയ്യ ഫീഹി, അന്നാണ് ഞാൻ ജനിച്ചത്, അന്നാണ് ബുഇസ്തു ഞാൻ പ്രവാചകനായി നിയോഗിക്കപ്പെട്ടത്. അതേ അർത്ഥം തന്നെയാണ് ഔ ഉൻസില അലയ്യ ഫീഹി, അന്നാണ് എനിക്ക് ആദ്യമായി വഹി ഇറങ്ങിയത് എന്ന്. അപ്പൊ നബിയായി എന്നർത്ഥം. അങ്ങനെ ഔ എന്ന് പറഞ്ഞുകൊണ്ട് അതല്ലെങ്കിൽ ഇത് എന്ന് പറയാനുള്ള കാരണം ഹദീസ് റിവായത്ത് ചെയ്ത റിപ്പോർട്ടറുടെ സംശയമാണ്. മേലുള്ള ഷെയ്ഖിന്ന് എന്താണ് കേട്ടതെന്ന് ഓർമ്മയില്ല. അതുകൊണ്ട് അദ്ദേഹം പറയാണ് ബുഇസ്തു, ഒന്നുകിൽ റസൂൽ പറഞ്ഞത് ഇങ്ങനെയാണ് അല്ലെങ്കിൽ റസൂൽ പറഞ്ഞത് അങ്ങനെയാണ്. രണ്ടിന്റെയും ആശയം ഒന്ന് തന്നെയാണ്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഈ ജനന തീയതിയെ സംബന്ധിച്ച് അത് ദിവസം ഏത് എന്നുള്ള വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമല്ല, പക്ഷെ തീയതിയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇബ്നു അബ്ദുൽ ബർ, അദ്ദേഹം വലിയ ഹദീസ് പണ്ഡിതനാണ്. ഇബ്നു അബ്ദുൽ ബർ ഈ ഫതുഹുൽ ബാരിയൊക്കെ വായിക്കുമ്പോൾ അതിൽ കാണാൻ സാധിക്കും, ഖാല ഇബ്നു അബ്ദുൽ ബർ, ഇബ്നു അബ്ദുൽ ബർ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇബ്നു ഹജർ അസ്ഖലാനി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇബ്നു ഹജർ അസ്ഖലാനിന്റെ മുമ്പുള്ള പണ്ഡിതനാണ് ആര്? ഇബ്നു അബ്ദുൽ ബർ. അദ്ദേഹം പറയുന്നത് റബീഉൽ അവൽ 2 എന്നാണ്. അപ്പൊ അവർക്ക് കിട്ടിയ തെളിവും കണക്കും അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞതാണ്. രണ്ടാമത്തെ അഭിപ്രായമാണ് ഇബ്നു ജമാഅ, ഒരു പണ്ഡിതന്റെ പേരാണ്. അദ്ദേഹം പറയുന്നത് റബീഉൽ അവൽ 3 എന്നാണ്. ഏതായാലും റബീഉൽ അവൽ 8 എന്ന അഭിപ്രായമുണ്ട്, റബീഉൽ അവൽ 9 എന്ന അഭിപ്രായമുണ്ട്. അതേപോലെ തന്നെ റബീഉൽ അവൽ 12 എന്ന അഭിപ്രായമുണ്ട്, റബീഉൽ അവൽ 22 എന്ന അഭിപ്രായവും ഉണ്ട്. ഇനി അതല്ല, പിന്നെ 25 എന്ന അഭിപ്രായമുണ്ട്. അപ്പൊ വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനന തീയതിയെക്കുറിച്ച് ഉണ്ട്. എന്നാൽ അതിൽ ഏതെങ്കിലും ഒന്ന് എന്ന് അറിയേണ്ട നിർബന്ധമല്ലേ? അല്ല. കാരണം ഇത് നമ്മുടെ ഈമാനുമായി ബന്ധമുള്ള കാര്യമല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ കറക്റ്റ് അത് പറഞ്ഞു തരും. ഖുർആൻ എന്ന് ഇറങ്ങിയെന്ന് അറിയാം, റമളാനിലാണ്, അത് ലൈലത്തുൽ ഖദറിലാണ്, അത് സംശയമില്ല. അപ്പൊ ഈ പ്രവാചകന്റെ ജനന ദിവസം നമ്മുടെ കർമ്മങ്ങളുമായോ ഈമാനുമായോ ബന്ധമില്ലാത്ത വിഷയമായതുകൊണ്ടാണ് വീക്ഷണ വ്യത്യാസങ്ങൾ വന്നത്. എന്നാൽ അത് ഏതാ ദിവസം? അത് തിങ്കളാണ്, അതിൽ സംശയമല്ല. അപ്പൊ അത് നോമ്പെടുക്കുകയും വേണം, അത് ഡേറ്റ് പ്രശ്നമല്ല, തിങ്കളാണോ എന്ന് നോക്കിയാൽ മതി. ഇതാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ദിവസത്തിന്റെ വിഷയത്തിൽ മാത്രമല്ല, ആ ഡേറ്റിൽ മാത്രമല്ല, മാസത്തിൽ പോലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട്. റബീഉൽ അവ്വലിലാണ് എന്ന അഭിപ്രായമുണ്ട്, റബീഉൽ ആഖിറിലാണ് എന്ന അഭിപ്രായമുണ്ട്, സഫർ മാസത്തിലാണ് എന്ന അഭിപ്രായമുണ്ട്, അല്ല റമളാൻ മാസത്തിലാണ് എന്ന അഭിപ്രായവും ഉണ്ട്. അപ്പൊ ആകെക്കൂടെ ചരിത്രം നമ്മൾ മൊത്തത്തിലൊന്ന് പരിശോധിച്ചാൽ ഒരു നിലക്കും ഇന്ന ദിവസമാണ് എന്ന് കൃത്യമായി ഒരാളും പറയുന്നില്ല. എന്നാൽ ചില പണ്ഡിതന്മാർ എന്തു പറഞ്ഞു? ഏറ്റവും കൂടുതൽ സാധ്യത, അതായത് കണക്ക് വെച്ച് നോക്കുമ്പോൾ ആ കണക്കനുസരിച്ച് കൊണ്ടുവരുന്നത്
റബീഉൽ അവൽ മാസം 8-നാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രബലമായ അഭിപ്രായം. 12 അല്ല. 12 ജനങ്ങൾക്കിടയിൽ മഷ്ഹൂറായിട്ടുള്ളത്. എന്നാൽ റബീഉൽ അവൽ 9 എന്നുള്ളതാണ്, 8 അല്ല, റബീഉൽ അവൽ 9 എന്നുള്ളതാണ് ഏറ്റവും പ്രബലമായിട്ടുള്ള അഭിപ്രായമായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഷെയ്ഖ് സ്വാലിഹുൽ ഉസൈമീൻ പറയുന്നത്. അതേപോലെ തന്നെ മുബാറക് ഫൂരി എന്ന് പറഞ്ഞാൽ തിർമിദിയുടെ ഹദീസിന്റെ കിതാബാണ് തിർമിദി. അബൂദാവൂദ്, നസാഇ, ഇബ്നു മാജ പോലെയുള്ള തിർമിദി. അതിന്റെ ഷറഹ് എഴുതിയ പണ്ഡിതനാണ് മുബാറക് ഫൂരി. തുഹ്ഫത്തുൽ അഹ്വദി എന്നാണ് ആ ഷറഹിന്റെ പേര്. അത് എഴുതിയത് മുബാറക് ഫൂരിയാണ്. നമ്മുടെ ഇന്ത്യക്കാരനാണ്, വടക്കേ ഇന്ത്യക്കാരനാണ്. അദ്ദേഹം പറയുന്നതും ഈ റബീഉൽ അവൽ 9-നാണ് ഏറ്റവും ശരിയായ അഭിപ്രായം എന്നുള്ളതാണ്. ഇനി നമ്മളിവിടെ മനസ്സിലാക്കേണ്ടുന്ന വേറെ ചില കാര്യങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പ്രവാചകൻ ജനങ്ങളെ നന്മയിലേക്ക് നയിക്കാൻ വേണ്ടി വരികയാണ്. ആ വരവിനെ എല്ലാവരും അംഗീകരിക്കണം, ആരും നിഷേധിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യപ്രവാചകനാണ്. ആ വരവിലോ പ്രവാചകന്റെ അന്ത്യപ്രവാചകൻ എന്ന ആ വിഷയത്തിലോ ഒരു നിഷേധവും ഒരാളും കാണിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഈ ലോകത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയക്കുന്നതിന് മുമ്പ് തന്നെ പ്രവാചകനെ കുറിച്ചുള്ള ചില സന്തോഷ വാർത്തകൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. തൗറാത്തിലൂടെ, അതേപോലെ തന്നെ ഇൻജീലിലൂടെ, ഇങ്ങനെ അഹ്ലുൽ കിതാബിലേക്ക്, വേദക്കാരിലേക്ക് നിയോഗിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിലൂടെ ആ പ്രവാചകന്റെ വരവിനെക്കുറിച്ചും ആഗമനത്തെക്കുറിച്ചുമുള്ള സന്തോഷ വാർത്ത എന്ന നിലക്ക് ചില കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഈസാ നബി പറയാണ്, ഇനി ഒരു പ്രവാചകൻ നിങ്ങൾക്ക് ഇങ്ങനെ വരാനുണ്ട്. അത് പറയാനുള്ള കാരണം മക്കയിലുണ്ടായിരുന്ന ആളുകൾക്ക്, 2 വിഭാഗം ആളുകൾക്ക്, മക്കയുടെ പരിസര പ്രദേശങ്ങളിലാണ് അഹ്ലുൽ കിതാബ് ഉള്ളത്. പിന്നെ കുറച്ച് അഹ്ലുൽ കിതാബുകാർ മക്കയിലുണ്ടായിരുന്നു. മക്കയിൽ കൂടുതലും ഉള്ളത് ഈ മുശ്രിക്കുകളാണ്. അതായത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ 2 മക്കൾ, ഒന്ന് ഇസ്മായിൽ, മറ്റൊന്ന് ഇസ്ഹാഖ്. ഇസ്മായിലിലൂടെയാണ് അറബികൾ വരുന്നത്. അറബികളുടെ പരമ്പര ഇസ്മായിൽ നബിയിലൂടെയാണ്. അതാണ് മക്കത്തും മക്ക പരിസര പ്രദേശങ്ങളുമായിട്ട് അവർ ജീവിച്ച്, അവരിലേക്ക് ഇസ്മായിൽ നബി അല്ലെങ്കിൽ ഇബ്രാഹിം നബിക്ക് ശേഷം മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെ വേറെ ഒരു നബി വന്നിട്ടില്ല. അതാണ് ലിതുൻദിറ ഖൗമൻ മാ അതാഹും മിൻ നദീരിൻ മിൻ ഖബ്ലിക്. സൂറത്ത് യാസീനിൽ പറയുന്നുണ്ടല്ലോ, ലിതുൻദിറ ഖൗമൻ മാ ഉൻദിറ ആബാഉഹും എന്നാണ് സൂറത്ത് യാസീനിൽ പറഞ്ഞത്. പല രൂപത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. മുമ്പ് ഒരു നബി വരാത്ത ഒരു സമൂഹത്തിലേക്ക് നാം നിങ്ങളെ നിയോഗിക്കുന്നു. മുമ്പ് നബി വരാത്തത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുതൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം വരെ ഏതാണ്ട് ഒരു 3000 ചില്ലറ കൊല്ല വ്യത്യാസമുണ്ട്. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇബ്രാഹിം നബിയും തമ്മിൽ 3000 ചില്ലറ കൊല്ലത്തോളം വ്യത്യാസമുണ്ട്. എന്നാൽ ഈസാ നബിയും മുഹമ്മദ് നബിയും തമ്മിൽ 500 കൊല്ലത്തെ വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ പിന്നെ ഇങ്ങനെ മുമ്പ് നബി വരാത്ത സമൂഹം എന്ന് പറഞ്ഞ ഉദ്ദേശം എന്താണ്? ഇസ്മായിൽ നബിയിലൂടെയുള്ള പരമ്പരയിലൂടെയുള്ള അറബികളിലേക്ക് ഇബ്രാഹിം നബിക്ക് ശേഷം പിന്നെ വരുന്ന നബി പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതേ സ്ഥാനത്ത് ഇബ്രാഹിം നബിയുടെ 2ാമത്തെ മകനായ ഇസ്ഹാഖ്, ആ ഇസ്ഹാഖിന്റെ പരമ്പരയിലൂടെയാണ് ഇങ്ങനെ വന്നിട്ട് യാക്കൂബ് അങ്ങനെ വരുന്നതും, അവരിലേക്ക് മൂസ, ഈസ തുടങ്ങിയ നബിമാര്, അവരിലേക്ക് ഒരുപാട് നബിമാർ വന്നിട്ടുണ്ട്. അതിലവസാനത്തെ നബിയാണ് അവർക്ക് വന്ന ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം. ആ ഈസാ നബിക്കും മുഹമ്മദ് നബി സ്വല്ലല്ലാഹു ഇടയിൽ 500 കൊല്ലത്തെ വ്യത്യാസമുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാലും ഇബ്രാഹിം നബിയിലൂടെ പഠിപ്പിക്കപ്പെട്ട ഒരു ആദർശം മക്ക രാജ്യത്ത് നിലവിലുണ്ട്. അതിൽ കൃത്രിമം വരുത്തിക്കൊണ്ടാണ് പുതിയ മതരീതി അവരുണ്ടാക്കിയത്. അതുകൊണ്ടാണ് സമൂഹം പഴച്ചു എന്ന് പറയുന്നത്. യഥാർത്ഥ സുറാത്തുൽ മുസ്തഖീം ഇബ്രാഹിം നബി പഠിപ്പിച്ചു പോയി. ആ സമൂഹം ആ സുറാത്തുൽ മുസ്തഖീമിൽ തെറ്റിപ്പോവുകയാണ്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ച യഥാർത്ഥ മതമുണ്ട്. ആ മതത്തിൽ നിന്ന് ആ സമൂഹം തെറ്റിപ്പോയതാണ്. അപ്പൊ ഇബ്രാഹിം നബി പഠിപ്പിച്ച മതത്തിൽ എന്തുണ്ട്? മുഹമ്മദ് നബിയുടെ വരവിനെ കുറിച്ചുള്ള ഒരു അറിയിപ്പുണ്ട്. റബ്ബനാ വബ്അസ് ഫീഹിം റസൂലാ. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയാണ്. റബ്ബനാ വബ്അസ് ഫീഹിം റസൂലാ. തന്റെ സന്താനങ്ങൾക്ക് വേണ്ടി ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചപ്പോ അന്ന് നടത്തിയ പ്രാർത്ഥനയിൽപ്പെട്ടൊരു ഭാഗമാണ്, ഇവരിലേക്ക് അവരിൽ നിന്നുള്ള ഒരു ദൂതനെ അള്ളാഹു നീ നിയോഗിക്കണമേ. അപ്പൊ അങ്ങനെ ഒരു ആശയം അവർ കേട്ടിട്ടുണ്ട്. ഇബ്രാഹിം നബി അങ്ങനെ പ്രാർത്ഥിച്ചത്. അപ്പൊ മക്കൾക്കാർക്കറിയാം ഇങ്ങനൊരു നബി വരാനുണ്ട്. ഇനി അപ്പുറത്തോ വേദക്കാരാണ്, തൗറാത്തിലും ഇൻജീലിലും എല്ലാം പഠിപ്പിക്കപ്പെട്ട ആശയമാണ് ഒരു പ്രവാചകൻ വരാനുണ്ട്. അതാണ് ഇൻജീലില് വരുന്ന പരാമർശത്തെക്കുറിച്ച് അല്ലാഹു തആല സൂറത്ത് സൊഫിന്റെ 6ാമത്തെ ആയത്തിൽ പറയുന്നു, വഇദ് ഖാല ഈസ ഇബ്നു മർയമ യാ ബനി ഇസ്രായീൽ ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത്ത് തൗറാത്ത്
വമുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ് ഫലമ്മാ ജാഅഹും ബിൽ ബയ്യിനാതി ഖാലൂ ഹാദാ സിഹ്റും മുബീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഈസാ നബി പറയാം, വഇദ് ഖാല ഈസ ഇബ്നു മറിയം, ഈസ ഇബ്നു മറിയം പറഞ്ഞ ആ സന്ദർഭം എന്താ പറഞ്ഞത്? യാ ബനി ഇസ്രായീൽ, അല്ലയോ ഇസ്രായേൽ സന്തതികളെ, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും, ഞാൻ നിങ്ങളിലേക്കുള്ള ഒരു പ്രവാചകനാണ്, അള്ളാഹുവിന്റെ പ്രവാചകനാണ്. മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ, എനിക്ക് മുമ്പുള്ളതിനെ സത്യപ്പെടുത്തിക്കൊണ്ട്, അതായത് തൗറാത്തിലുള്ള കാര്യങ്ങൾ സത്യപ്പെടുത്താൻ വേണ്ടി വന്നവനാണ് ഞാൻ. വമുബശ്ശിറൻ, സന്തോഷവാർത്ത അറിയിക്കുന്നവനുമാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവ് ലോകത്തിന് എന്താണ്? സന്തോഷമാണ്. റഹ്മത്തുൽ ലിൽ ആലമീൻ ആണല്ലോ. അതൊരു സന്തോഷവാർത്ത ആണ്. ആ സന്തോഷവാർത്ത ഞാൻ അറിയിക്കുന്നു. ആരെക്കുറിച്ച്? ബിറസൂലിൻ, ഒരു റസൂലിനെ കുറിച്ച്. യഅതി, ആ റസൂൽ വരും. മിൻ ബഅദി, എനിക്ക് ശേഷം. ഇസ്മുഹു, ആ നബിന്റെ പേര് അഹ്മദ്, അഹമ്മദി എന്നാണ്. പഠിച്ചു വെക്കുക, ഖാദിയാനികൾ ഏറ്റവും കൂടുതൽ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ആയത്താണിത്. മിർസാ ഗുലാമുൽ അഹമ്മദ് ഖാദിയാനി പ്രവാചകനാണ് എന്ന് സമർത്ഥിക്കാൻ വേണ്ടി അവരെന്ത് പറയും? ഒരു റസൂൽ വരും, യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്, ആ റസൂലിന്റെ പേര് അഹമ്മദ് എന്നാണ്. അത് ബീഹാറിലെ മിർസാ ഗുലാം അഹമ്മദുൽ ഖാദിയാനിയാണ് എന്ന് ഖാദിയാനികൾ പറയാറുണ്ട്. ഇത് ഈസാ നബി പറയുന്ന വാക്കാണ്. ഇത് ഇമാം ബുഖാരിയുടെ ഹദീസിൽ കാണാം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എനിക്ക് 5 പേരുകളുണ്ട്, എനിക്ക് 5 പേരുകളുണ്ട്. അത് ഒന്ന്, അന മുഹമ്മദ്, ഞാൻ മുഹമ്മദാണ്. പിന്നെയോ, ഞാൻ അഹമ്മദാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എനിക്ക് മുഹമ്മദ് എന്ന പേരുണ്ട്, അഹമ്മദ് എന്ന പേരുണ്ട്. പിന്നെയോ, ഞാൻ മാഹിയാണ്. മാഹി എന്ന് പറഞ്ഞാൽ എന്നിലൂടെയാണ് ശിർക്കിനെ തുടച്ചു കളയാം. മഹ എന്ന് പറഞ്ഞാൽ മായ്ച്ചു കളയാതാണ്. മഹ യംഹു, അതിന്റെ അറബി ഭാഷാ നിയമപ്രകാരം ഇസ്മു ഫാഇൽ എന്ന് പറയും. മാഹി, മായ്ക്കുന്നവൻ, മായ്ച്ചു കളയുന്നവൻ. അപ്പൊ നമ്മുടെ മായ്ച്ചു കളയാന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം എന്താ? തിന്മകളെ മായ്ക്കുന്ന, കുഫറിനെ മായ്ക്കുന്ന. പക്ഷെ ഇതിനെ നമ്മുടെ നാട്ടിലെ ചില ആളുകൾ ദുർവ്യാഖ്യാനം ചെയ്തു. ഈ സലാം ബെയ്ത്ത് കണ്ടൊരു മൗലൂദിലൊരു ബെയ്ത്തുണ്ട്, സലാം ബെയ്ത്ത്. അതിൽ കാണാം, അസ്സലാമു അലൈക യാ മാഹിയദ്ദുനൂബ്, അസ്സലാമു അലൈക യാ ജാലിൽ ഖുറൂബി, പാപങ്ങളെ മായ്ച്ചു കളയുന്ന റസൂലേ നിങ്ങൾക്ക് സലാം. ഈ ക്ഷീരമുള്ളവർ അകടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന്റെ കൗതുകം എന്ന് പറഞ്ഞ പോലെ എന്ത് കിട്ടിയാലും ശിർക്കിന് വകുപ്പുണ്ടാക്കുന്ന ഒരു ടീമാണ്. ഈ മാഹി വെച്ചിട്ടാണ് അവരെന്താക്കിയത്? മാഹിയദ്ദുനൂബ്, പാപങ്ങളെ മായ്ച്ചു കളയുന്ന റസൂലേ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാപങ്ങളെ മായ്ച്ചു കളയൂല. കാരണം വമൻ യഗ്ഫിറുദ്ദുനൂബ ഇല്ലല്ലാഹ്, ആരുണ്ട് അല്ലാഹു അല്ലാതെ പാപം പൊറുക്കാൻ? അത് ഖുർആന്റെ നസ്സാണ്. അതിനെതിരെ ഒരിക്കലും ഹദീസിൽ വരൂല. അപ്പൊ അവിടെ മാഹി എന്ന് പറഞ്ഞ ആരാണ്? തിന്മകളെ മായ്ച്ചു കളയുന്ന, തിന്മകളെ ഉച്ചാടനം ചെയ്യുന്ന പ്രവാചകൻ, അതാണ്. പിന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വാനൽ ഹാഷിർ, ഞാനാണ് ഹാഷിർ, എന്റെ കീഴിലാണ് ജനങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുക എന്ന്. മഹ്ശറ, അതിനെക്കുറിച്ചുള്ള സൂചനയാണ്. മുഹമ്മദ് എന്ന പേര് പറഞ്ഞു, അഹമ്മദ് എന്ന പേര് പറഞ്ഞു, അതേപോലെ മാഹി എന്ന പേര് പറഞ്ഞു, പിന്നെ ഈ ഹാഷിർ എന്ന പേര് പറഞ്ഞു. മറ്റൊന്ന് അനൽ ആഖിബ് എന്നാണ്. ആഖിബ്, ഐന് ഖാഫ് അലിഫ് ബാ, ആഖിബ് എന്ന പേര്. ഇങ്ങനെ 5 നാമങ്ങൾ എനിക്കുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി. ആ അഹമ്മദാണ് ഈ അഹമ്മദ്. ഇങ്ങനെ നമ്മൾ കൂട്ടി ഇങ്ങനെ ഹദീസും ആയത്തും അങ്ങനെ ബന്ധിപ്പിക്കാം. യഅതി മിൻ ബഅദി ഇസ്മുഹു അഹമ്മദ് എന്ന് ഈസാ നബി പറഞ്ഞ വാക്കാണ്. ആ അഹമ്മദ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതല്ലാതെ ഖാദിയാനികൾ പറയുന്നത് പോലെ നബി പറയാണ് എനിക്ക് ശേഷം അഹമ്മദ് വരും, ആ അഹമ്മദ് അല്ല ഈ പറയുന്നത്. ഇതിൽ നിന്ന് മനസ്സിലായി? പഠിക്കേണ്ട പാഠെന്താണ്? വേദക്കാരായ ആളുകൾക്ക് മുഹമ്മദ് നബിയെ അറിയാം. കാരണം അത് അവർ പഠിച്ച അവരുടെ വേദഗ്രന്ഥത്തിലുണ്ട്. ഇനി സൂറത്തു അറാഫിന്റെ 157 വചനം, അവിടെയും കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുകയാണ്, അല്ലദീന യത്തബിഊന الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل يأمرهم بالمعروف وينهاهم عن المنكر ويحل لهم الطيبات ويحرم عليهم الخبائث ويضع عنهم إصرهم والأغلال التي كانت عليهم. തൗറാത്തിലും ഇഞ്ചീലിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തുകയാണ്. വരാൻ പോകുന്ന നബി ആരാണ്? കണ്ടോ?
അല്ലദീന യത്തബിഊന റസൂലൻ നബിയൽ ഉമ്മിയ, ഉമ്മിയായ ആ റസൂലിനെ പിൻപറ്റുന്ന ആളുകൾ. ഏതാണ് ആ റസൂല്? അല്ലദീ യജിദൂനഹു, അവർക്ക് കാണാം, മക്തൂബൻ ഇൻദഹും, അവരുടെ അടുക്കൽ എഴുതപ്പെട്ടിട്ടുണ്ട്, ഫിത് തൗറാത്തി, തൗറാത്തിൽ, വൽ ഇൻജീലി, ഇൻജീലിലും. ഇത് വേദക്കാരെ കുറിച്ചുള്ള പരാമർശം. തൗറാത്തിലും ഇൻജീലിലും ഈ മുഹമ്മദ് നബിയെ കുറിച്ച് പരാമർശമുണ്ട്. ആ നബി ആരായിരിക്കും? യഅ്മുറുഹും ബിൽ മഅറൂഫി വയൻഹാഹും അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുന്ന, തിന്മ വിരോധിക്കുന്ന. അതാണ് വലിയൊരു ഉത്തരവാദിത്തമാണത്. അതിനുവേണ്ടി നമ്മൾ ഒരുമിച്ച് കൂടുന്നതും നമ്മളെ ആത്യന്തികമായ ലക്ഷ്യം അതാണ്. നമ്മുടെ ഈ കൂട്ടായ്മയുടെ ലക്ഷ്യം അതാണ്, നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. അതാണ് ദഅവത്ത് നമ്മൾ പറയണത്. ശരി, പിന്നെയോ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും, വയുഹല്ലു ലഹുമുത് ത്വയ്യിബാത്ത്, നല്ലതുകളെ അനുവദിക്കുകയും ചെയ്യുന്ന പ്രവാചകൻ, വയുഹരിമു അലൈഹിമുൽ ഖബായിസ്, തിന്മകളെ എതിർക്കുകയും നിഷിദ്ധമാക്കുകയും ചെയ്യുന്ന പ്രവാചകൻ, അവരുടെ ഇസ്ർ, ഭാരങ്ങളെ അഴിച്ചുവെക്കുന്ന പ്രവാചകൻ, വൽ അഗ്ലാൽ അല്ലത്തി കാനത്ത് അലൈഹിം, അവരിലുള്ള ചങ്ങലകളെ, ബന്ധനങ്ങളെ അഴിച്ചുവെക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ തൗറാത്തിലും ഇൻജീലിലും വരാനിരിക്കുന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പരാമർശമുണ്ട്. മാത്രവുമല്ല, സൂറത്തുർ റഅദ് 43-ാമത്തെ വചനം, വയഖൂലുല്ലദീന കഫറൂ ലസ്ത മുർസലാ, നിഷേധികൾ പറയുന്നു നിങ്ങൾ റസൂലല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ വാക്കാണ്, നിങ്ങൾ റസൂലല്ല, നിങ്ങൾ നബി അല്ല. അപ്പൊ അള്ളാഹ് പറയാണ്, ഖുൽ, നബിയെ പറയൂ, കഫാ ബില്ലാഹി ഷഹീദൻ ബൈനി വബൈനകും വമൻ ഇൻദഹു ഇൽമുൽ കിതാബ്. ഈ മുഹമ്മദ് നബി പ്രവാചകൻ തന്നെയാണ് എന്നുള്ളതിന് സാക്ഷിയായിട്ട് നമുക്കും നിങ്ങൾക്കും ഇടയിലുണ്ട്. അള്ളാഹ് സാക്ഷിയായിട്ട് മതി. പിന്നെന്താണ്? വമൻ ഇൻദഹു ഇൽമുൽ കിതാബ്, വേദഗ്രന്ഥത്തിലെ അറിവ് ഉള്ള ആളുകൾക്കും അറിയാം മുഹമ്മദ് പ്രവാചകനാണ് എന്ന്. അതിന്റെ അർത്ഥം എന്താ? തൗറാത്തിനെ കുറിച്ചുള്ള പരാമർശമാണ്. ചുരുക്കി പറഞ്ഞാൽ, മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾക്കും മക്കയ്ക്ക് ചുറ്റുവട്ടത്തുമുള്ള അഹ്ലുൽ കിതാബിലെ ആളുകൾക്കും എന്തറിയാം? മുഹമ്മദ് എന്ന പ്രവാചകനെ കുറിച്ച് മുമ്പേ അറിയാം. വലമ്മാ ജാഅഹും കിതാബും മിൻ ഇൻദില്ലാഹി, അള്ളാഹുവിൽ നിന്നുള്ള ഗ്രന്ഥം അവരിലേക്ക് വന്നപ്പോൾ, മുസദ്ദിഖുൽ ലിമാ മഅഹും, അവരുടെ കൂടെയുള്ള ഗ്രന്ഥത്തെ സത്യപ്പെടുത്തുന്ന. അതെങ്ങനെയാ? എന്താ അവരുടെ കൂടെയുള്ള ഗ്രന്ഥത്തെ സത്യപ്പെടുത്തുന്ന എന്ന് പറഞ്ഞാൽ, ആ ഗ്രന്ഥത്ത് പറഞ്ഞതാണ് മുഹമ്മദ് നബിയെ കുറിച്ച്. ആ മുഹമ്മദ് നബിയാണ് ഖുർആനുമായിട്ട് വരുന്നത്. അപ്പൊ ഈ ഖുർആൻ എന്തായി? വേദഗ്രന്ഥത്തെ സത്യപ്പെടുത്തലായി. ആ പറഞ്ഞത് ശരിയാണ് എന്ന അർത്ഥത്തിൽ. മാത്രമല്ല, വകാനൂ മിൻ ഖബ്ലു യസ്തഫ്തിഹൂന അലല്ലദീന കഫറൂ, ജൂതന്മാരും കുഫാറുകളും തമ്മിൽ വല്ല പ്രശ്നം ഉണ്ടാവുമ്പോ ഈ ജൂതന്മാര് പറയും, ഞങ്ങൾക്കൊരു നബി വരാണ്ട്, നബി വരട്ടെ, അപ്പൊ ഞങ്ങൾ നിങ്ങളെ കാണിച്ചു തരാം. അതാണ് യസ്തഫ്തിഹൂന എന്ന് പറഞ്ഞാൽ വിജയം നടിക്കുക എന്നാണ് അർത്ഥം. ഞങ്ങൾക്കൊരാൾ വരാണ്ട്, ഞങ്ങൾക്കൊരു നേതാവ് വരാൻ, ഞങ്ങൾക്കൊരു നബി വരാണ്ട്, ആ നബി വരട്ടെ, അപ്പൊ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ടും കുഫാറുകൾക്കെതിരെ അന്ന് വേദക്കാർ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഫലമ്മാ ജാഅഹും, അവരിലേക്ക് വന്നപ്പോൾ, മാ അറഫു, അവർ മനസ്സിലാക്കിയ പ്രവാചകൻ, അവർ അറിഞ്ഞ പ്രവാചകൻ വന്നപ്പോൾ, കഫറൂ ബിഹി, അവർ ആ പ്രവാചകനെ നിഷേധിച്ചു. ഫലഅനതുല്ലാഹി അലൽ കാഫിരീൻ, ഈ നിഷേധികൾക്ക് അള്ളാഹുവിന്റെ ശാപവും ഉണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള പരാമർശം വന്നു. അവർക്ക് അറിയാമെന്നും അള്ളാഹ് പറഞ്ഞു. പക്ഷെ അറിഞ്ഞിട്ടും അവരെന്ത് ചെയ്തു? പിന്നെ നിഷേധിച്ചു. അത് നിഷേധിക്കാനുള്ള കാരണം എന്താണ്? രണ്ട് കാരണങ്ങൾ. ഒന്ന് അസൂയയായിരുന്നു. ഒന്ന് അസൂയയാണ്, മറ്റൊന്ന് സാധാരണ നമ്മൾ പറയാറുള്ള ഹിസ്ബിയത്ത്. ഹിസ്ബിയത്ത് എന്ന് പറഞ്ഞാൽ കക്ഷിത്വം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഇവിടെ ഖുർആനിലൊരു പരാമർശമുണ്ട്. അവര് ബിഇസമഷ്തറൂ ബിഹി അൻഫുസഹും അൻ യക്ഫുറൂ ബിമാ അൻസലല്ലാഹു ബഗിയൻ. ബഗി എന്ന് പറഞ്ഞാൽ മനസ്സിലുണ്ടാകുന്ന വെറുപ്പ്. എന്നാണ് അസൂയ എന്ന് പറഞ്ഞത്. എന്താ ബഗി? അൻ യുനസ്സിലല്ലാഹു മിൻ ഫളിഹി അലാ മൻ യശാഉ മിൻ ഇബാദിഹി. അള്ളാഹു പ്രവാചകത്വം കൊടുക്കുക എന്നുള്ളത് അള്ളാഹിന്റെ ഫളിലാണ്. അത് പണിയെടുത്തുണ്ടാക്കുന്ന ഒന്നല്ല, സർട്ടിഫിക്കറ്റ് വാങ്ങി ഉണ്ടാക്കുന്ന ഒന്നല്ല, അധ്വാനിച്ചുണ്ടാക്കുന്ന ഒന്നുമല്ല. അള്ള കൊടുക്കുന്ന ഫളില് മാത്രമാണ് പ്രവാചകത്വം. ആ ഫളില് അള്ള ഇഷ്ടമുള്ള ആളുകൾക്ക് കൊടുത്തതിന്റെ പേരിൽ മനസ്സിലുള്ള പക, മനസ്സിലുള്ള വെറുപ്പ്, മനസ്സിലുള്ള വിദ്വേഷം എന്ന് പറഞ്ഞാൽ, ഞങ്ങളിൽ നിന്ന് റസൂല് വന്നില്ലല്ലോ, അറബികളിൽ നിന്നാണല്ലോ റസൂല് വന്നത്, അതിനാണ് അസൂയ എന്ന് പറഞ്ഞത്. അപ്പൊ അവരുടെ ആദ്യ വിചാരം എന്താണ്? അവരിൽ നിന്നുണ്ടാകുന്നതാണ്. അവരിൽ നിന്നുണ്ടാകുന്ന തൗറാത്തിലും ഇൻജീലും ഇല്ല, അവരിലേക്കൊരു റസൂല് വരുന്ന പറഞ്ഞിട്ടുള്ളൂ. ഈ അഹ്ലുൽ കിതാബിൽ നിന്ന് വരുമെന്നോ ജൂത നസ്വാറാക്കളിൽ നിന്ന് റസൂല് വരുമെന്നോ പറഞ്ഞിട്ടില്ല.
നേരെ മറിച്ച് അവരിലേക്ക് അഹ്മദ് എന്ന് പേരുള്ള റസൂല് വരും. പക്ഷെ ആ വന്നത് എവിടുന്നാണ്? അറബികളിൽ നിന്നാണ്. അപ്പൊ അസൂയയായി ഞങ്ങളിന്ന് വന്നില്ല. ഇതാണ് നിഷേധിക്കാനുള്ള ഒരു കാരണം. അതന്നെയാണ് ഹിസ്ബിയത്തിന്റെ മറ്റൊരു വശവും. അതെന്താ? അവരുടെ ആളായി പോയി, അതുകൊണ്ട് ഞങ്ങൾ അംഗീകരിക്കൂല. ഞങ്ങളുടെ ആളല്ല, അതുകൊണ്ട് ഞങ്ങൾ അംഗീകരിക്കൂല. അതിനാ ഹിസ്ബിയത്ത് എന്ന് പറയാം. എന്താണെന്നറിയോ? ഹക്കും ബാത്തിലും എല്ലാ കാലത്തും എല്ലാ വിഷയത്തിലും വലിയ വിവാദങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കിയ വിഷയമാണ് ഹിസ്ബിയത്ത് എന്ന് പറയുന്നത്. ഇപ്പൊ എന്റെ കൂടെയുള്ള കക്ഷി പറഞ്ഞ വിഷയം അത് സത്യം. പിന്നെ അവിടെ എനിക്ക് ഖുർആൻ വിഷയമല്ല, ഹദീസ് വിഷയമല്ല, പ്രമാണം വിഷയമല്ല, ഞാൻ അംഗീകരിക്കുന്ന പണ്ഡിതൻ പറഞ്ഞതാണോ എന്നാ ഹക്കാണ്, സത്യമാണ്, അയാൾ ഇൽമുള്ള ആളുമാണ്. അതേ കാര്യം വേറെ അപ്പുറത്തുള്ള ആള് പറഞ്ഞാലോ അവന് ഇൽമില്ല, അത് ഹക്കുമല്ല. ഇതിന്റെ പേര് ഹിസ്ബിയത്ത്. ഇതൊരു വിശ്വാസിക്ക് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഹിസ്ബിയത്ത് മനസ്സിൽ കടന്നുകൂടി കഴിഞ്ഞാൽ എന്താ ഉണ്ടാകാന്നറിയോ? ജനങ്ങളോട് പുച്ഛം തോന്നും. കേൾക്കുന്ന സത്യത്തോട് സത്യത്തിനല്ല പ്രാധാന്യം കൊടുക്കുക, വ്യക്തികൾക്കാണ് പ്രാധാന്യം കൊടുക്കുക. അപ്പൊ എന്താണ് സംഭവിക്കുക? വ്യക്തികൾ തമ്മിൽ അകൽച്ചകൾ അതിങ്ങനെ കൂടിക്കൂടി പോകും. മനുഷ്യന്റെ മനസ്സ് പാടെ മരവിച്ചു പോകും, മനുഷ്യർ പാടെ കെട്ടുപോകും. അപ്പൊ നമ്മുടെ അഭിവാഞ്ച വേണ്ടത് ഹക്കിനോടാണ്. അത് സ്വീകരിക്കുന്ന വിഷയത്തിൽ ഒരിക്കലും ഹിസ്ബിയത്തിന്റെ വിഷയം വരാനേ പാടില്ല. പ്രമാണം ഖുർആനും ഹദീസും. അപ്പൊ ഇന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ഖുർആനും ഹദീസും മൻഹജും അത് അംഗീകരിച്ചുകൊണ്ടും സ്വീകരിച്ചുകൊണ്ടും ആര് ഹക്ക് പറഞ്ഞു തരുന്നോ ആ ഹക്കിനെ നമ്മൾ സ്വീകരിക്കണം എന്നുള്ളതാണ്. അല്ലാതെ ഞാൻ അംഗീകരിക്കുന്ന ആളുകൾ പറഞ്ഞാൽ ഹക്ക്, അതേ കാര്യം വേറൊരാൾ പറഞ്ഞാൽ ഹക്കല്ല എന്നില്ല. പിന്നെ ആ വ്യക്തിയിലുണ്ടാകുന്ന സ്വഭാവ ദൂഷ്യങ്ങളും അത് വേറെ വിഷയം, ആ വ്യക്തിയുടെ കുപ്രചരണങ്ങൾ അത് വേറെ വിഷയം, ആ വ്യക്തിയുടെ മോശത്തരം അത് വേറെ വിഷയം. ഈ പറയുന്ന വിഷയം എന്താ? ഖുർആനും ഹദീസും മൻഹജുമാണോ? പിന്നെ അവിടെ ഹിസ്ബിയത്ത് കാണിക്കാൻ പാടില്ല. ഇതേ കാര്യം വേറെ ഒരാൾ അതേപോലെ പറഞ്ഞാലും അവന് എലുമില്ല, അവൻ ആലിമല്ല. അതേ കാര്യം ഇപ്പുറത്ത് പറഞ്ഞ അവന് എലുമുണ്ട്. അതിന്റെ പേരാണ് ഹിസ്ബിയത്ത്, കക്ഷിത്വം. ഇതൊരിക്കലും പാടില്ല. അപ്പൊ ഞങ്ങളുടെ കൂട്ടത്തൊന്നും വന്നില്ല, അപ്പോഴല്ലേ ഞങ്ങൾ അംഗീകരിക്കേണ്ടുള്ളൂ. അറബികളുടെ കൂട്ടത്തിൽ നിന്ന് റസൂൽ വന്നത് ഞങ്ങൾ അംഗീകരിക്കൂല എന്ന ഒരു കുടുസമായ ചിന്ത അന്ന് അവർക്കുണ്ടായി. അതുകൊണ്ട് തന്നെ സത്യത്തെ നിഷേധിക്കാൻ, അപ്പൊ ഹിസ്ബിയത്തിന്റെ അനന്തര ഫലം എന്താണ്? യഥാർത്ഥമായ ഹക്കിനെ സ്വീകരിക്കാതെ അതിനെ അവഗണിക്കുന്ന ഒരു അവസ്ഥ സംഭവിക്കും. അത് മനുഷ്യന്റെ ഇഹലോകത്തെയും പരലോകത്തെയും നഷ്ടത്തിന് കാരണമായി തീരുകയും ചെയ്യും. ഇതാണ് ആ വിഷയത്തെക്കുറിച്ച് സൂചിപ്പിക്കുവാനുള്ളത്. ഇനി അടുത്ത ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് അത്ഭുതങ്ങൾ പറയുന്നുണ്ട്. പലതും നമ്മുടെ നാട്ടിൽ ചില സംഗതികൾ ഇങ്ങനെ കുറെ ആളുകൾ പറഞ്ഞാൽ പിന്നെ നാട്ടിൽ അത് സത്യമായിട്ട് മാറലാണ്. അങ്ങനെ ഒന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിന് ഉണ്ടായ അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന പലതും അടിസ്ഥാനരഹിതങ്ങളാണ്. അതായത് ദുർബലങ്ങളായ ഹദീസുകൾ കടന്നു വരാൻ പല കാരണങ്ങൾ ചരിത്രത്തിലുണ്ട്. അങ്ങോട്ടൊന്നും പോകാൻ പറ്റിയ സമയമല്ല ഇത്. കഥാകൃത്തുകൾ, കഥ എഴുതുന്ന ആളുകൾ കഥക്ക് പിന്നെ ഈ തൊടിപ്പും പൊങ്ങലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് കുറെ ഇങ്ങനെ ഉണ്ടാക്കും. സൂഫികളായ ആളുകൾ പുതിയ പുതിയ ദിക്റുകൾ ആളുകൾ ചൊല്ലാനും പഠിക്കാനും വേണ്ടി പുതിയ ഹദീസുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആളുകൾ ദീനിൽ നിന്ന് അകന്നു പോകുന്നത് കണ്ടപ്പോ ആളുകൾ ദീനിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ട് നല്ല മനസ്സോടെ യാസീന മഹത്വം, ദിനീ മഹത്വം എന്നുണ്ട് കുറെ മഹത്വങ്ങൾ ഹദീസ് ചെയ്തുണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഫദായിൽ കിതാബും മറ്റൊക്കെ കടന്നു വരുന്നത്. അപ്പൊ ഹദീസുകൾ ദുർബലങ്ങൾ കടന്നു വരാൻ പല കാരണം. എന്തുദ്ദേശത്തോടു കൂടി ആരുണ്ടാക്കിയാലും അതൊക്കെ തള്ളേണ്ടതാ. കാരണം ഹദീസ് എന്ന് പറഞ്ഞാൽ മാ ഉളീഫ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഫിഅലിൻ ഔ ഖൗലിൻ ഔ തഖരീർ, പ്രവാചകനിലേക്ക് ചേർത്തി പറയാൻ പറ്റുന്നത്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റസൂൽ ചെയ്തു, റസൂൽ പ്രവർത്തിച്ചു, റസൂലിനെ ഞാൻ കണ്ടു, റസൂൽ പറയുന്നത് ഞാൻ കേട്ടു, അതാണ് ഹദീസ് എന്ന് പറയുള്ളൂ. പ്രവാചകന്റെ ജനനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള സംഗതികളുണ്ട്, നമുക്ക് വിശ്വസിക്കാം, അത് തർക്കമൊന്നുമില്ല. ഇല്ലാത്ത കുറേ വിഷയങ്ങളുണ്ട്. അത് അധികം നിങ്ങൾ കാണണമെങ്കിൽ മാല കിതാബിന്റെ ഉള്ളിൽ കയറണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാണാം, വലദതുഹു മക്ഹൂലൻ വമത്ഹൂനൻ കമാ ഖദ് ജാഅ ഫിൽ ഖബരി സ്വഹീഹിൽ മുസ്നദ്. മങ്കൂസ് മൗലിദിൽ വരുന്ന വരിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുമ്പോൾ മക്ഹൂല, സുർമ തേച്ചിട്ടാ വന്നിരുന്നത്. അതൊരു പുകഴ്ത്തി പറയാൻ വേണ്ടിയിട്ടായിരിക്കും. കള്ള ഹദീസ്, ദുർബല ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയപ്പെട്ട വരികളാണ്, അത് ശരിയല്ല. പിന്നെയോ ചേലാകർമ്മം കഴിച്ചിട്ടാണ് പിന്നെ ജനിച്ചത്. ജനിക്കുമ്പോ തന്നെ സുന്നത്ത് കഴിഞ്ഞിരുന്നു എന്നർത്ഥം. പക്ഷെ മങ്കൂസ് മൗലിദിന് വ്യാഖ്യാനം എഴുതിയൊരു മുസ്ലിയാര്
അദ്ദേഹം ഈ വരി ഇങ്ങനെ വിശദീകരിക്കുമ്പോൾ അദ്ദേഹം പറയാണ്, പ്രവാചകൻ ജനിച്ച് കുറെ ദിവസം കഴിഞ്ഞിട്ട് അബ്ദുൽ മുത്തലിബ് മുഹമ്മദ് നബിയുടെ ചേലാകർമ്മം കഴിച്ചിട്ടുണ്ട് എന്ന്. വൈരുദ്ധ്യായി. കാരണം മൗലൂദിൽ കഴിച്ചിട്ടാ വന്നതെന്നും പറഞ്ഞ് അബ്ദുൽ മുത്തലിബ് അതൊരു ഹദീസാണ്. ആ അബ്ദുൽ മുത്തലിബ് പ്രവാചകന്റെ ചേലാകർമ്മം കഴിച്ചു എന്ന് വേറെ വരുന്നുണ്ട്. പക്ഷെ സാധാരണ നമ്മൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ വൈരുദ്ധ്യങ്ങളായ വന്നാൽ രണ്ടും തമ്മിൽ ജംഅ് ചെയ്യുക എന്ന് പണ്ടൊരു ഏർപ്പാടുണ്ട്. വൈരുദ്ധ്യം കാണാണ്ട് ഒപ്പിക്കാൻ വേണ്ടി എന്താ ചെയ്യുക എന്നുള്ളൊരു ഒരു വിഷയമുണ്ട്. അപ്പൊ അതിന് മുസ്ലിയാരോട് ഒപ്പിച്ചതെന്താ വെച്ചാൽ, അത് നബി ജനിക്കുമ്പോ തന്നെ ചേലാകർമ്മം കഴിച്ചിട്ടാണ് വന്നത്, പക്ഷെ ഭംഗി കൂട്ടാൻ വേണ്ടി അബ്ദുൽ മുത്തലിബ് വീണ്ടും കഴിച്ചതാണെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അള്ള ജനിക്കുമ്പോ അത് കഴിച്ചു വന്നു എന്ന് പറഞ്ഞാൽ അള്ള ചെയ്തു വിട്ട പണിയാണല്ലോ. അപ്പൊ അള്ളാന്റെ പണിയിൽ ഭംഗിയില്ലാന്നായില്ലേ? തെളിവില്ലാണ് സംസാരിച്ച എവിടെയും പിടിച്ചത് കിട്ടാൻ നിൽക്കൂല. ഞങ്ങൾ എപ്പോ എങ്ങനെ പറഞ്ഞു ചോദിച്ചാലും തെളിവില്ലാണ് സംസാരിച്ചാൽ അതിന് നിലനിൽപ്പില്ല. ഒന്നല്ലെങ്കിൽ അപ്പുറത്തായിട്ട് പൊളി മടക്കാത്തണ്ട് മാതിരിയാ, ഇവിടെ ചവിട്ടിയ അവിടെ പൊന്തു, ഇവിടെ ചവിട്ടിയ അവിടെ പൊന്തു. അപ്പോ എന്തുകൊണ്ടാണ് അത് ആ ദുർഗതി വന്നത്? ഇല്ലാത്തത് പറഞ്ഞു പരത്തിയോണ്ട്. ഹദീസിലുള്ളത് പോലെ നിന്നാൽ മതി. അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച സന്ദർഭത്തിൽ സാവാ തടാകം വറ്റി വരണ്ടു. വള്ളം വരില്ല വേണ്ടത്, റഹ്മത്താണെങ്കിൽ വെള്ളം വറ്റി വരണം പാടുണ്ടോ? അതേപോലെ കഅബയുടെ ചുറ്റുമുള്ള ബിംബങ്ങളൊക്കെ തലകുത്തി വീണുന്നാ. ബിംബങ്ങളൊക്കെ തലകുത്തി വീണു. മക്കം ഫത്ഹിന്റെ അന്ന് ഖുർആൻ പറഞ്ഞ എന്താണ്? ഖുൽ ജഅൽ ഹഖ് വസഹഖൽ ബാത്തിൽ ഇന്നൽ ബാത്തില കാന സഹൂഖ എന്ന് പറഞ്ഞിട്ട് ബിംബങ്ങളൊക്കെ അടിച്ചു മറിച്ചിട്ടുന്നാ. പക്ഷെ അന്ന് വീണ ബിംബം എപ്പോഴാണ് എണീറ്റുന്നത് എന്നുള്ളത് വേറെ വിഷയം. അപ്പൊ ഇല്ലാത്ത കുറേ കഥകൾ. മാത്രമല്ല മങ്കൂസ് മൗലൂദില് രസകരമായ എന്നാൽ സങ്കടകരമായ ഒരു കാര്യം പറയുന്നുണ്ട്. അതിൽ കുറെ ഈ ഇടയ്ക്കിടയ്ക്ക് സ്വലാത്ത് കൊടുത്തിട്ട് പ്രവാചകന്റെ ജനനവുമായി ബന്ധപ്പെട്ട കാര്യം പറയാം. അവിടെ വരുന്ന ഒരു സ്വലാത്തിന്റെ വരിയാണ് സ്വലാത്തും വതസ്ലീമുൻ വഅസ്കാ തഹിയ്യതി അലൽ മുസ്തഫൽ മുഖ്താരി ഖൈരിൽ ബരിയതി. നമ്മൾ സാധാരണക്കാരായ നാട്ടിലെ കാക്കമാർ ഇപ്പൊ എന്താ വിചാരിക്കുക? നല്ല സ്വലാത്താണ്, എന്തിനാണ് ഈ വഹാബികളി സ്വലാത്തിനെ എതിർക്കുന്നത് എന്നാണ് തോന്നുക. അത് കഴിഞ്ഞ അടുത്ത വരി എന്താണ്? ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറെ കാര്യങ്ങൾ പറയുന്നിടത്ത് പറയാണ്, മക്കയിലുണ്ടായിരുന്ന ഉസ്മാൻ ബിൻ ഹുവൈരിസ് എന്ന് പറയുന്ന ഒരു മുശ്രിക്ക് അവരുടെ ആരാധനാ സ്ഥലത്ത് പോയപ്പോൾ വിഗ്രഹങ്ങൾ മറിഞ്ഞു നടക്കുന്നുണ്ട്. അപ്പൊ പിടിച്ച് എണീപ്പിച്ച് നിർത്തിയപ്പോൾ നിൽക്കുന്നില്ല, വീണ്ടും മറിയാണ്. വീണ്ടും പിടിച്ചു വെച്ചു, വീണ്ടും മറിഞ്ഞു. അപ്പൊ ഇയാൾ ആകെ അത്ഭുതപ്പെട്ടു, എന്താ അപ്പൊ ഇങ്ങനെ മറിഞ്ഞു വീണത്? അപ്പൊ ആ വിഗ്രഹത്തിന്റെ മുമ്പിൽ നിന്നിട്ട് ഈ ഉസ്മാൻ ബിൻ ഹുവൈരിസ് എന്ന മുശ്രിക്ക് പറയാണ്, അയാ സ്വാനമൽ ഈദില്ലദീ സഫ ഹൗലഹു സ്വനാദീദു മിൻ വഫദിൻ ബഈദിൻ വമിൻ ഖുർബി തനക്കസ്ത മഖ്ലൂബൻ ഫമാദാക കുല്ലനാ ഫമിൻ ഹുസ്നിനാ ഖദ്ദറത്തിൽ ഈറു ബിസ്സുഹബി. അല്ലയോ വിഗ്രഹങ്ങളെ, നിങ്ങൾ ചുറ്റുമല്ലേ മക്കക്കാരായ കുറെ ആളുകളും അപ്പുറത്തും ഇപ്പുറത്തുള്ള കുറെ ആളുകളൊക്കെ വന്ന് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. തനക്കസ്ത മഖ്ലൂബ, നിങ്ങളെന്താ മറിഞ്ഞു വീഴുന്നത്? വിഗ്രഹത്തോട് ചോദിക്കുകയാണ്, നിങ്ങളെന്താ മറിഞ്ഞു വീഴുന്നത്? ഫമിൻ ഹുസ്നിനാ ഖദ്ദറത്തിൽ ഈറു ബിസ്സുഹബി, നിങ്ങൾ വീഴുന്നത് കണ്ടിട്ട് സഹിക്കാൻ വയ്യാണ്ട് ഞങ്ങളെ കണ്ണിന്ന് കണ്ണുനീരിങ്ങനെ ഒലിച്ചൊലിച്ചിട്ട് അതിലൂടെ ഒട്ടകങ്ങൾ പോലും ഒലിച്ചു പോകാറായിട്ടുണ്ട്. അത്രക്ക് സങ്കടങ്ങളുണ്ട് വിഗ്രഹമേ നിങ്ങളുടെ വീഴ്ചയിൽ, എന്തിനാ നിങ്ങൾ വീഴുന്നത്? മുസ്ലിയാരിങ്ങനെ ചൊല്ലും. അപ്പൊ അപ്പുറത്തിരിക്കണ കാക്ക സ്വലാത്തും വതസ്ലീമുൻ വഅസ്കാ തഹിയ്യതി, സ്വലാത്ത്. ഈ സ്വലാത്ത് ഇതൊരു വല്ല ബന്ധമുണ്ടോ? അടുത്ത വരി എന്താണ്? അടുത്ത വരി മങ്കൂസ് മൗലൂദിന്റെ വരിയാൻ പറയണത്, വഇൻ കുൻത മിൻ ദംബിൻ അതൈനാ ഫഇന്നനാ നബൂഉ ബിഇഖ്റാറിൻ വനൽവി അനിദ്ദംബി. വിഗ്രഹങ്ങളെ, ഞങ്ങൾ ചെയ്ത വല്ല തെറ്റും മൂലമാണ് നിങ്ങൾ വീണത് എങ്കിൽ നബൂഉ ബിഇഖ്റാറിൻ, ഞങ്ങൾ സമ്മതിച്ചു മടങ്ങാം വിഗ്രഹങ്ങളെ. ഇതാണ് മൗലൂദ്. അപ്പൊ എന്താ വിഷയം? പ്രവാചകന്റെ ജനനം കൊണ്ട് വിഗ്രഹം വീഴുന്നു. കള്ളക്കഥയാണ്. ഹദീസില്ല എന്നല്ലേ? ഹദീസുണ്ട്. ഹദീസ് നമ്മളെല്ലാ ഹദീസും ഹദീസായി സ്വീകരിക്കാൻ പറ്റൂല. അതിന് നിബന്ധനകളുണ്ട്. സ്വഹീഹായ ഹദീസായിരിക്കണം. ആ നിലക്കുള്ള പരമ്പരയിലൂടെ വന്ന ഹദീസുകളായിരിക്കണം. പരമ്പരയിലെ 3 ഷർത്തുകളും അതിന്റെ കണ്ടന്റിലെ 2 ഷർത്തുകളും ഒത്ത 5 ഷർത്തുകൾ നിബന്ധനകൾ ഉണ്ടെങ്കിലേ ഹദീസ് സ്വഹീഹാവുകയുള്ളൂ. അങ്ങനെ വന്ന റിവായത്തുകളല്ല ഇത്. ഇങ്ങനെ ഒരുപാട് കള്ളക്കഥകളുണ്ട്. നമ്മൾ അതൊന്നും വിശ്വസിക്കേണ്ട ആവശ്യമില്ല. ഉള്ള ഒന്ന് സ്വഹീഹ് എന്ന നിലയ്ക്ക് വന്ന ഒരു റിപ്പോർട്ടുള്ളത്, ആമിന ജനിക്കുന്ന ഈ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പ്രസവ സന്ദർഭത്തിൽ ഒരു പ്രകാശം തന്നിൽ നിന്ന് പുറപ്പെട്ടു.
ഈ ഹദീസ് സ്വഹീഹാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിലിപ്പോ എന്താ ഉള്ളത്? അവർ പറയാണ്, വിശ്വാസം പറയാണ്, ഇന്നി ഇൻദല്ലാഹി ഖാതമുൻ നബിയീൻ, ഞാൻ അള്ളാഹിന്റെ അടുക്കൽ എന്താണ്? ഖാതമുൻ നബിയൻ. എന്നിട്ട് അവസാനം അന്ന ഉമ്മ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഅത്ത് ഹീന വദഅതുഹു നൂറൻ അളാഅത്ത് മിൻഹു ഖുസൂറു ശാം. ആമിന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രസവിക്കുന്ന സന്ദർഭത്തിൽ ഒരു പ്രകാശം കണ്ടു. ആ പ്രകാശം ഷാമിലെ കൊട്ടാരങ്ങളെ പോലും പ്രകാശിപ്പിച്ചു. ഷാം പ്രദേശത്തെ കൊട്ടാരങ്ങളെ പ്രകാശിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു റിവായത്ത് ഈ വിഷയത്തിൽ ഇത് മാത്രമാണ് സ്വഹീഹായി വന്നിട്ടുള്ളത്. ബാക്കിയൊന്നും നമുക്ക് പ്രാമാണികമായി ഒരു സ്വഹീഹായ നിലക്ക് അംഗീകരിക്കാൻ കഴിയുന്ന വിഷയം അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു എന്ന് കേട്ടപ്പോ നമ്മൾ സാധാരണ ഈ നാട്ടിലൊക്കെ ബിദ്അത്തിന്റെ ആളുകൾ ബിദ്അത്ത് പഠിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നൊരു വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു എന്നുള്ളത് കേട്ടപ്പോ സന്തോഷം കൊണ്ട് ഈ സുവൈബ എന്ന് പറയുന്ന അടിമ സ്ത്രീയെ അബൂ ലഹബ് മോചിപ്പിച്ചു എന്നാണ്. അങ്ങനെ കഥ ഉണ്ട്. ആ കഥയും നമ്മുടെ നാടുകളിലെ ആളുകൾ സാധാരണ പറയാറുണ്ട്. എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം കൊണ്ട് സന്തോഷിച്ചുകൊണ്ട് അബൂ ലഹബ് പോലും സ്വന്തം അടിമ സ്ത്രീയായ സുവൈബയെ മോചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ അബൂ ലഹബിന് പ്രതിഫലം കിട്ടുന്നുണ്ട് എങ്കിൽ നമ്മൾ റസൂലിനെ സ്നേഹിച്ച എന്താ പ്രതിഫലം കിട്ടൂലേ? അപ്പൊ തോന്നുന്നു നമ്മൾ ആ റസൂലിനെ സ്നേഹിക്കണ്ടെന്ന് പറഞ്ഞു എന്നാ തോന്നുക. ജന്മദിനാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതിന് തെളിവുണ്ടാക്കുകയാണ്. അവിടെ വേറെ പോയിന്റ് മനസ്സിലാക്കണം നിങ്ങൾ. നബിദിനത്തിന് ഇപ്പൊ ആകള് തെളിവ് പാരാ? അബൂ ലഹബ്. അബൂബക്കർ തെളിവല്ല, ഉമർ തെളിവല്ല, ഉസ്മാൻ തെളിവല്ല. അലൈക്കും ബി സുന്നത്തി വസുന്നത്തിൽ ഖുലഫായ റാഷിദീൻ എന്ന് പറഞ്ഞു. അതൊന്നും തെളിവില്ല. ആകളെ തെളിവ് പാരാണ്? അബൂ ലഹബ്. ഏതായാലും തങ്ങൾ ഉദ്ഘാടനം ചെയ്ത തങ്ങൾ ഇറക്കണില്ല, അബൂ ലഹബ. എഴുതിയിട്ടുണ്ടവര് ഏറ്റവും ആദ്യമായ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിച്ചത് ആ പ്രവാചകന്റെ പിതൃവ്യനായ അബൂ ലഹബ് തന്നെ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളെ ആളുകൾ വിചാരിക്കും എന്താ അങ്ങനെ ഉണ്ടോ? മാത്രമല്ല വയല് കേൾക്കുമ്പോ എന്താ വരിക? ബുഖാരിയിലുണ്ട് എന്നാണ് പറയാ. ബുഖാരിയിലുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ശരിയാ, ബുഖാരിയിലുണ്ട്. അപ്പൊ ബുഖാരിയിലൊക്കെ സഹീഹല്ലേ? ആണ്. അപ്പൊ അബൂ ലഹബ് സുഹൈബയെ മോചിപ്പിച്ചിട്ട് ആ അബൂ ലഹബിന് നരകത്തില് വിഷയം എന്താണെന്നറിയോ? ആദ്യം സംഗതി പറഞ്ഞുതരാം. അബൂ ലഹബ് മരിച്ചു. മരിച്ചതിന് ശേഷം കുടുംബത്തിലെ ഒരാൾ സ്വപ്നം കാണുകയാണ്. എല്ലാ കള്ളക്കഥന്റെ തുടക്കത്തിൽ എന്താ സ്വപ്നമായിരിക്കും. കുത്തുബിയത്ത് ഉണ്ടായത് സദഖത്തുൽ കാര്യം സ്വപ്നം കണ്ടിട്ടാണ്. മുഹ്യിദ്ദീൻ ശൈഖ് വന്ന് പറഞ്ഞതാണെന്ത്, എന്റെ പേര് എന്താ അദ്ദേഹം എഴുതാത്തത്, എന്നാ ഞാൻ എഴുതാന്നുണ്ട് തുടങ്ങിയതാണ് കുത്തുബിയത്ത്. മുടി വന്നത് എങ്ങനെ? ഹസ്രജ് സ്വപ്നം കണ്ടതാണ്. അപ്പൊ എല്ലാ കള്ളത്തരത്തിന്റെ ആ തുടക്കത്തിൽ സ്വപ്നം ഉണ്ടാവും. ഉത്തുബിയുടെ ഒരു കഥ ഉണ്ട്. കബറിങ്ങ പോയിട്ട് വിളിച്ചിട്ട് പറഞ്ഞു. അതും ഉത്തുബി അവിടുന്ന് പോയപ്പോ മറ്റോ സ്വപ്നം കണ്ടതാ. അപ്പൊ സ്വപ്നത്തിന് ഇസ്ലാമിൽ യാതൊരു അടിസ്ഥാനവും. അമ്പിയാക്കന്മാരുടെ സ്വപ്നം വഹയാണ്, അതിൽ സംശയവും ഇല്ല. അപ്പൊ അബൂ ലഹബ് മരിച്ചപ്പോ കുടുംബത്തിലെ ഒരാൾ സ്വപ്നം കാണുകയാണ്. ആരനെ? അബൂ ലഹബിനെ. ചോദിച്ചു എങ്ങനെയുണ്ട്? പറയാണ് എന്താ പറയാനാ, നരകത്തിലല്ലേ, എങ്ങനെയുണ്ട് ചോദിച്ചപ്പോ എന്താ പറയാ. പക്ഷെ ഒരു മെച്ചുണ്ട്. എന്താ? എല്ലാ തിങ്കളാഴ്ചയും എന്റെ വിരലിനുള്ളിൽ കൂടെ ജ്യൂസ് വരുന്നുണ്ട്. ഒരു തിങ്കളാഴ്ച എനിക്ക് കുടിക്കാൻ കിട്ടുന്നത്. ഞാൻ എന്തെന്ന് ചോദിച്ചു. അത് ഞാൻ മുഹമ്മദ് നബി ജനിച്ചപ്പോ സുഹൈബാനെ മോചിപ്പിച്ചല്ലോ, അതുകൊണ്ട് എനിക്ക് എല്ലാ തിങ്കളാഴ്ചയും കിട്ടുന്നതാണ്. അപ്പൊ ജന്മദിനാഘോഷം അപ്പൊ ഇവിടെ എന്ത് ചെയ്യാ? നരകത്ത് പോയി ജ്യൂസ് കുടിക്കാം. അത്രേ പത്രം കിട്ടുള്ളൂ. അങ്ങനെ അബൂ ലഹബിന്റെ മാതൃക സ്വീകരിച്ചാലും ഇപ്പൊ എന്താ കിട്ടുന്നത്? അവസാനം നരകത്ത് പോയിട്ട് ജ്യൂസ് കിട്ടും. സംഭവം എവിടെ ഉണ്ട്? ബുഖാരിയിലുണ്ട്. അപ്പൊ നമ്മളൊരു കാര്യം ആദ്യം പഠിക്കുക. ബുഖാരി സ്വഹീഹായ കിതാബ് എന്ന് പറഞ്ഞാൽ ബുഖാരി എന്ന കിതാബിന്റെ 2 ചട്ടക്കുള്ളിൽ ഉള്ളതെല്ലാം സ്വഹീഹ് എന്നല്ല. ഇമാം ബുഖാരിയുടെ ഹദീസുകൾ 2 തരമുണ്ട്. ഒന്ന് മുസ്നദ് എന്ന് പറയും, മറ്റൊന്ന് മുഅല്ലഖ് എന്ന് പറയും. മുസ്നദും മുഅല്ലഖും. മുസ്നദ് എന്ന് പറഞ്ഞാൽ സനദ് ഉള്ളത് എന്നാണ്. സനദ് എന്ന് പറഞ്ഞാൽ പരമ്പര എന്ന് നമ്മൾ സാധാരണ പറയും മലയാളത്തിൽ. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബി കേട്ടു, സ്വഹാബിന്ന് താബി കേട്ടു, താബിൻ തബു താബി കേട്ടു, അവിടുന്ന് താഴത്തേക്ക് ഇങ്ങനെ വന്ന് ഇമാം ബുഖാരി വരെ. ഈ വരെയുള്ള ആളുകൾ ഇവർക്കാണ് സനദ് എന്ന് പറയാം. പരമ്പരയിലെ റിജാൽ ആളുകൾ. അത് കഴിഞ്ഞാൽ പിന്നെ ആ ഹദീസിന്റെ കണ്ടന്റ് മാദ്ദ തുടങ്ങുകയാണ്. അതിന് മത്തിന് എന്ന് പറയും. സനദും ഹദീസ് 2 ഭാഗമാണ്. പരമ്പരയും ഹദീസിന്റെ പരാമർശ വിഷയം. അതിന് സനദ് മത്തിന് എന്ന് പറയും. ഈ സനദ് ഉള്ള ഹദീസുകൾക്കാണ് മുസ്നദ് എന്ന് പറയാം.
അതിന് പല നിർവചനമുണ്ട്. ബുഖാരിയുടെ വീക്ഷണത്തിൽ അതിന് മുസ്നദ് എന്ന് പറയും. അപ്പൊ ബുഖാരിന്റെ കിതാബിൽ എന്തുണ്ടാവും? ഒരു ഹദീസ് കൊടുക്കുകയാണ്. ആ ഹദീസ് ഇങ്ങനെ ബുഖാരി മുതൽ പോയി 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 നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെ എത്തുന്ന പരമ്പര ഉണ്ടെങ്കിൽ അതിന് മുസ്നദ് എന്ന് പറയും. ഇങ്ങനെ ബുഖാരി സനദോട് കൂടി കൊടുത്ത ഹദീസുകളെല്ലാം സ്വഹീഹാണ്. അപ്പൊ എല്ലാം എന്താണ്? സ്വഹീഹാണ്. എന്നാൽ ഇത്തരം സ്വഹീഹായ ഹദീസുകൾ കൊടുക്കുമ്പോൾ ആ ഹദീസിൽ വന്ന പരാമർശവുമായി ബന്ധപ്പെട്ട വല്ല കഥയോ സംഭവമോ ഉണ്ടെങ്കിൽ ഇമാം ബുഖാരി എന്ത് ചെയ്യും? ഒരു കഥ ഇങ്ങനെയുണ്ട് എന്ന് പറഞ്ഞിട്ട് വേറൊന്ന് താഴെ കൊടുക്കും. അതിന് സനദില്ല. അതിനെന്തില്ല? സനദില്ല. ഉദാഹരണമായിട്ട് പ്രവാചകന്റെ മുലകുടിയുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് ഹദീസിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുലകുടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആമിന ആണ് ആദ്യം കൊടുത്തത്. അതേപോലെ തന്നെ സുവൈബ കൊടുത്തിട്ടുണ്ട്. ഹലീമത്തു സഅദിയ, ഹലീമ മുല കൊടുത്തിട്ടുണ്ട്. 2-3 ആളുകളുണ്ട്. ഈ സംഭവങ്ങൾ പറയുമ്പോൾ സുവൈബയുടെ പ്രവാചകനും തമ്മിലുള്ള ബന്ധം പറയാണ്. അത് ഹദീസ് സ്വഹീഹാണ്, സനദുണ്ട്. അപ്പോൾ ഇമാം ബുഖാരി എന്ത് ചെയ്തു? സുവൈബയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ഒരു കഥ കൂടി ഉണ്ട് എന്ന് പറഞ്ഞ കഥ താഴ്ത്തു കൊടുത്തു. ഈ കഥക്കാണ് എന്ത് പറയാ? മുഅല്ലഖ് എന്ന് പറയാ. അതിന് സനദില്ല. അതിനെന്തുണ്ടാവൂല? സനദുണ്ടാവും. സനദുണ്ടാവൂല പറഞ്ഞ സനദില്ല എന്നല്ല, ബുഖാരി അതിന് സനദ് കൊടുത്തിട്ടില്ല. ഇനി ആ സനദ് വേറെ എവിടെയെങ്കിലും ഉണ്ടാകും, അത് പരിശോധിക്കേണ്ടി വരും. ആ സനദ് സ്വഹീഹും ശരീഉമാണോ? അപ്പൊ അത് സ്വീകരിക്കാം. പക്ഷേ ഇമാം ബുഖാരി മുഅല്ലഖായിക്കൊണ്ട് ഇതിനാണ് പറയാം മുഅല്ലഖ്. അപ്പൊ പരാമർശിക്കുന്ന സനദോടുകൂടി കൊടുത്ത ഹദീസുകളുമായി ബന്ധപ്പെട്ട പല സംഭവ കഥകളോ മറ്റു റിവായത്തുകളോ റിപ്പോർട്ടുകളോ ഉണ്ടെങ്കിൽ അതിനെ താഴെ കൊടുക്കും. അതിന് മുഅല്ലഖ് എന്ന് പറയും. ഈ മുഅല്ലഖുകൾ ബുഖാരിയിലുണ്ട്, ഒരുപാടുണ്ട്. ഈ മുഅല്ലഖ് സ്വഹീഹാണെന്ന വാദം ആർക്കില്ല? ബുഖാരിക്കും ഇല്ല. അതിന് വ്യാഖ്യാനം എഴുതിയ ഇബ്നു ഹജറിനും ഇല്ല. ബുഖാരി പഠിച്ച ഒരാൾക്കും അഭിപ്രായമില്ല മുഅല്ലഖ് സ്വഹീഹാണ് എന്നുള്ള അഭിപ്രായം ആർക്കും ഇല്ല. വിഷയം മനസ്സിലായോ? മുസ്നദായ പരമ്പര ഉള്ള ഹദീസ് ഉണ്ട്, മുസ്നദ് അല്ലാത്ത പരമ്പര ഇല്ലാത്ത ഒരു കഥയുണ്ട്, ഇന്ന ആള് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞൊരു കഥ കൊടുക്കും. ആ കഥ എന്തിനാ? നേരത്തെ പറഞ്ഞ ഹദീസിലേക്ക് പിൻബലം കൊടുക്കാൻ വേണ്ടി കൊടുത്തതാണ്. പക്ഷെ അത് സ്വഹീഹായി അംഗീകരിക്കാൻ പറ്റില്ല. സ്വഹീഹാണ് എന്ന വാദം ബുഖാരിക്കും ഇല്ല. പക്ഷെ ഇത് നാട്ടുകാർക്ക് അറിയില്ല. മൗലവിമാർ എന്താ പറയുള്ളൂ? ബുഖാരിയിലില്ലേ. ഇത് ബുഖാരിയിലില്ലേന്നും മുസ്ലിയാക്കന്മാരെ മാത്രം ചോദ്യമല്ല, നമ്മുടെ അബ്ദുൽ ലത്തീഫ് കരിമ്പലാക്കിൽ ഇടക്കിടക്ക് ചോദിക്കലുണ്ട്. റസൂലിന് സിഹ്ർ ബാധിച്ച ഹദീസ് ബുഖാരിയിലുണ്ടെന്ന് പറയുമ്പോൾ അതേ ബുഖാരി തന്നെയല്ലേ അബൂ ലഹബ് സുഹൈബയെ മോചിപ്പിച്ച് നരകത്തിൽ ജ്യൂസ് കുടിക്കുന്നുണ്ടെന്നുള്ള ഹദീസ് ഉള്ളത്? അങ്ങനെ അംഗീകരിക്കുമെന്ന് ചോദിക്കും. തിരിച്ചറിയാത്തതുകൊണ്ടാണ്, പഠിക്കാത്തതുകൊണ്ടാണ്. നമ്മൾ പഠിച്ച വിഷയം എന്ത് ചെയ്യും? തീരും. അപ്പോ ആ സംഭവം എന്താണ്? ഒരിക്കലും സ്വഹീഹല്ല. ഇനി സ്വഹീഹല്ല എന്ന് പറയാൻ പല കാരണങ്ങൾ. ഒന്ന് മുഅല്ലഖാണ്, സനദില്ല. രണ്ടാമത്തെ എന്താണ്? സ്വഹീഹായ ഒരു ഹദീസ് ഒരിക്കലും ഖുർആനിന്റെ ആയത്തിന് എതിരായിട്ട് വരില്ല. നമ്മൾ ഈ വിഷയം പറയാന്ന് പറയുമ്പോൾ ഒക്കെ പരന്നു പോകുന്ന കാര്യം ചരിത്രത്തിന് വിടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു സ്വഹീഹായ ഹദീസ്, റസൂലിന് സ്ഥിരപ്പെട്ടു വന്ന സ്വഹീഹായ ഹദീസ് ഖുർആൻ എതിരാവൂല. അപ്പൊ ബുഖാരിയിലെ ഹദീസിൽ വെച്ച ബുഖാരിയിൽ അതുണ്ട്. പക്ഷെ ബുഖാരിയെ കുറിച്ച് അറിയാത്ത ആൾക്കാണ് തെറ്റിദ്ധാരണ വരിക. ഓരോ കിതാബുകൾക്കും ഓരോരോ ശൈലികളുണ്ട്. ഓരോ പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങൾ എഴുതുമ്പോഴും അതിൻ്റെതായ രീതികളുണ്ട്. ഇത് ബുഖാരിന്റെ ശൈലിയാണ്. ഇങ്ങനത്തെ മുഅല്ലഖുകളായ ഹദീസ് ഇമാം ബുഖാരി കൊടുത്തിട്ടുണ്ട്, ഒരുപാടുണ്ട്. എന്നാൽ മുസ്ലിമിന്റെ ഹദീസിൽ ഒരൊറ്റ മുഅല്ലഖേ ഉള്ളൂ. എന്നാൽ മുസ്ലിമിന്റെ ഹദീസ് കിതാബിൽ മുഅല്ലഖായ ഹദീസ് ഒന്നേ ഉള്ളൂ. അത് തയമ്മുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഹദീസാണ്. അപ്പൊ ഏതായാലും അത് നമ്മൾ കൂടുതൽ സംസാരിക്കുന്നില്ല. ഇതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംഭവം. അതൊന്നും സ്വഹീഹായ നിലയ്ക്ക് സ്ഥിരപ്പെട്ടതല്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കണമെങ്കിൽ ഈ ദീനിന്റെ എല്ലാ കാര്യം പറഞ്ഞു തന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതുകൂടി പറഞ്ഞു തന്നാൽ മതി. എന്റെ ജന്മദിനം ആഘോഷിക്കണം എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അത് ഉണ്ടായിട്ടില്ല. സ്വഹീഹായ ഹദീസ് സ്ഥിരപ്പെട്ട് വന്നിട്ടും ഇല്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം നടക്കുന്നത് ആനക്കലഹമ ആ വർഷത്തിലാന്ന് പറഞ്ഞു. അറബികള് വലിയ കാര്യത്തോടു കൂടി കൊണ്ടു നടക്കുന്ന ഒരു വിഷയമാണ് ആനക്കലഹം, ആനക്കലഹ സംഭവം. കാരണം അവര് ചില കല്യാണങ്ങളും മറ്റൊക്കെ പറയുമ്പോൾ ആനക്കലഹം കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞിട്ട്, ആനക്കലഹം കഴിഞ്ഞിട്ട് 1 കൊല്ലം കഴിഞ്ഞിട്ട് എന്നൊക്കെയാണ് അറബികൾ കണക്ക് വെക്കാറുണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയ്ക്ക് ശേഷമാണ് ഹിജ്റയുടെ കണക്ക് വന്നത്. അത് ഉമർ ബിൻ ഖത്താബിന്റെ കാലത്താണ് ഹിജ്റ കണക്കാക്കാൻ തുടങ്ങിയത്, ഹിജ്റ വർഷം. അതിന് മുമ്പത്തെ കണക്ക് എന്താണ്? ആനക്കലഹം കഴിഞ്ഞിട്ട് ഇത്ര കാലം, ആനക്കലഹം കഴിഞ്ഞിട്ട്. അപ്പൊ അത് വലിയൊരു വിഷയമാണ് ആനക്കലഹം. അറബികളെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനവുമാണ്. പ്രത്യേകിച്ച് ഖുറൈശികൾക്ക്, കാബയുടെ സംരക്ഷണവും ഉത്തരവാദിത്വവും ഉണ്ടായിരുന്ന ഖുറൈശികൾക്ക് അവരുടെ കാബ സംരക്ഷിക്കപ്പെട്ടു. അപ്പൊ ഒരു ശക്തി, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ സഹായിച്ചു കാബയുടെ വിഷയത്തിൽ എന്ന അഭിമാനം അവർ എന്നും അവരിലൂടെ കാണാറുണ്ടായിരുന്നു.
എന്താണ് ആനക്കലഹം? ആനക്കലഹ വർഷത്തിലാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതെന്നാണ്. ആനക്കലഹം കഴിഞ്ഞ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന്റെ 1.5 മാസം മുമ്പാണ് ആനക്കലഹം ഉണ്ടാകുന്നത്. അപ്പൊ ആനക്കലഹം കഴിഞ്ഞിട്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നത്. എന്താണ് ആനക്കലഹ സംഭവം എന്ന് വെച്ചാല്, അന്ന് യമനിലെ ഭരണാധികാരിയായിരുന്നു നജ്ജാശി. ആ നജ്ജാശിയുടെ കീഴിൽ ഒരു ഗവർണറായിട്ടും അതേപോലെ മെയിൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളായിരുന്നു അബ്രഹത്ത്. ഈ നജ്ജാശിന്റെ അടുക്കിലേക്കാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തത്? പിൽക്കാലത്ത് സ്വഹാബികൾ അബീസീനിയയിലേക്ക് പറഞ്ഞയച്ചു എന്ന് പറഞ്ഞല്ലോ, പറഞ്ഞത് അങ്ങോട്ടാണ്. ഈ അബ്രഹത്ത് എന്ത് ചെയ്തു? അവരുടെ മനസ്സിൽ ഈ കാബനോടൊരു വെറുപ്പുണ്ട്. കാരണം കാബ എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാ ആളുകളും അങ്ങോട്ട് വരിക, അവിടെ നേർച്ച സമർപ്പിക്കുക, അവിടെ ആരാധന. അപ്പൊ ആളുകൾ ഇങ്ങനെ അങ്ങോട്ട് വരുമ്പോ അവിടെ ബിസിനസ് കൂടും, ഓല കണ്ണ് അങ്ങോട്ടാണ്. അപ്പോ ആളുകളുടെ ശ്രദ്ധ കാബയിൽ നിന്ന് തിരിച്ചിട്ട് വേറെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകണം. അതിനെന്ത് ചെയ്തു? ഈ അബ്രഹത്ത് സ്വന്തം നാട്ടിൽ യമനില് ഒരു ആരാധനാലയം ഉണ്ടാക്കി. എന്നിട്ട് ആ ആരാധനാലയത്തിന്റെ പേരാണ് ഖുലൈസ് എന്നാണ്. അപ്പോ ആളുകളൊക്കെ എന്ത് ചെയ്യണം? ഇനി ഖുലൈസ് എന്ന പേരിൽ ഉണ്ടാക്കപ്പെട്ട ആരാധനാലയത്തിലേക്ക് വരണം, എല്ലാവരും ശ്രദ്ധ ഇങ്ങോട്ട് ക്ഷണിക്കണം, ഇനി മക്കത്തുകാരും പോകാൻ പാടില്ല. ഇതായിരുന്നു ആഗ്രഹം. പക്ഷേ ഇതറിഞ്ഞ ഒരാള്, കാരണം കാബ ആ മക്കത്തെ ആളുകൾ ശിർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കാബ അവർക്ക് വലിയ കാര്യമാണ്. കാബന്റെ നിർമ്മാണം അതേപോലെ മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചരിത്രത്തിൽ ഇൻഷാ അല്ലാഹ് വരികയാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ ഈ ആളുകളുടെ ശ്രദ്ധ ഖുലൈസിലേക്ക് തിരിക്കാൻ വേണ്ടിയിട്ട് അബ്രഹത്ത് ശ്രമിച്ചപ്പോൾ ഒരാൾ പോയിട്ട് കുറച്ച് ചാണകവും ഇതൊക്കെ പാടെ വാരിയിട്ട് ഈ അബ്രഹത്ത് ഉണ്ടാക്കിയ ദേവാലയത്തിന്റെ അതിന്റെ ചുമരക്കാകണ വൃത്തിയാടാക്കി. കാബക്കെതിരെ വേറെ ആരാധനാലയം ഉണ്ടാക്കുകയോ, അതായിരുന്നു ചിന്ത. ഇത് ആർക്ക് സഹിച്ചില്ല? അബ്രഹത്തിന് സഹിച്ചില്ല. അപ്പൊ അബ്രഹത്ത് എടുത്ത തീരുമാനമാണ് കാബ പൊളിക്കണം. അതാണ് കാരണം. ഈ കാബ പൊളിക്കാനുള്ള തീരുമാനം എടുക്കുകയും എന്നിട്ട് കുറെ സൈന്യവുമായി അബ്രഹത്ത് ഇങ്ങോട്ട് വരികയും ചെയ്തു മക്കയിലേക്ക്. മക്കയിലേക്ക് വരുമ്പോൾ കുറെ ആനകളെയും കൊണ്ടുവന്നു. ആ ആനകളിൽ ഏറ്റവും വലിയ ആന അബ്രഹത്തന്നെ എടുത്തു. എന്റെ ആന എന്ന് പറഞ്ഞു. ആ ആനന്റെ പേരാ മഹമൂദ്. ഇന്നിപ്പോ പൂരത്തിന് ആനക്ക് ഒരു പേരുണ്ടല്ലോ. അന്ന് അബ്രഹത്തിട്ട ഇസ്ലാം ചരിത്രം നോക്കിയാൽ ആന ഉള്ളത് വിലക്ക് കയ്യിലാണ്. കാബ പൊളിക്കാൻ വന്ന ആന അബ്രഹത്തിന്റെ ആന. ഇസ്ലാമിലെ ഖബറും കെട്ടിപ്പൊക്കലും ആനയും ഒന്നും ഇസ്ലാമിന്റെ ചരിത്രത്തിലില്ല. പിന്നെ പൊളിക്കാൻ വന്ന ആളുകളാണ് ആര്? ആനയും കൂട്ടരും ഒക്കെ. ശരി, മഹമൂദ് എന്ന ആനപ്പുറത്ത് ആര് വന്നു? നമ്മുടെ അബ്രഹത്ത് വന്നു. അബ്രഹത്ത് വന്നിട്ട് മക്കയുടെ ഏതാണ്ട് ഒരു 10, 20 15 കിലോമീറ്റർ അകലത്തിലായിട്ട് അവിടെ താവളമടിച്ചു. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വല്യപ്പയായിരുന്ന അബ്ദുൽ മുത്തലിബ് ഭയങ്കര പണക്കാരനും അതേപോലെ നാട്ടിൽ വലിയ കേളി കേട്ട ആളുമാണ്. കുറെ ഒട്ടകങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒട്ടകങ്ങൾ അവിടെ ഇങ്ങനെ മേഞ്ഞു നടക്കുന്നുണ്ട്. അബ്രഹത്ത് എന്ത് ചെയ്തു? ഈ ഒട്ടകങ്ങളെ പിടിച്ചു കൊണ്ടുപോയിട്ട് തന്റെ ഉടമസ്ഥതയിലാക്കി. ഈ വിവരം അബ്ദുൽ മുത്തലിബിന് ലഭിച്ചു. എന്ത്? അബ്രഹത്ത് വന്നിട്ടുണ്ട്, എന്റെ ഒട്ടകങ്ങളെ പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. അബ്ദുൽ മുത്തലിബ് ഇത് അറിഞ്ഞ ഉടനെ മക്കത്ത് നിന്ന് പുറപ്പെട്ടിട്ട് അബ്രഹത്തും ടീമുള്ള ആളുകളുടെ അടുക്കലേക്ക് ചെന്നു. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ എന്റെ ഒട്ടകങ്ങളെ പിടിച്ചു വെച്ചിട്ടുണ്ട്, എനിക്ക് എന്റെ ഒട്ടകത്തെ തിരിച്ചു തരണം. അബ്ദുൽ മുത്തലിബ് പറയാണ്. അപ്പോഴാണ് അബ്രഹത്ത് ചോദിച്ചത്, അലാ തസ്തഹി, നിനക്ക് നാണമില്ലേ? നിനക്കിത് പറയാൻ നാണല്ലേ എന്നാ? എന്താ കാരണം? കാബ എന്ന് പറയുന്ന നിങ്ങൾ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന വലിയൊരു ദേവാലയം, ഒരു മന്ദിരം, അത് പൊളിക്കാൻ വേണ്ടി ഈ ആനകളുമായി ഞാൻ വന്നിട്ട് ഈ 200 ഒട്ടകത്തിന് വേണ്ടിയാണോ നീ സംസാരിക്കാൻ വന്നത്? അബ്ദുൽ മുത്തലിബിനോട്. അപ്പൊ അബ്ദുൽ മുത്തലിബ് അന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, ഇന്നലിൽ ബൈത്തി റബ്ബാ വഹുവ യഹ്മീഹി. ഈ കാബക്കൊരു റബ്ബുണ്ട്, ആ റബ്ബൻ നോക്കിക്കോളും. ഈ ഒട്ടകങ്ങളുടെ റബ്ബ് ഞാനാണ്, അതെനിക്ക് തിരിച്ചു തരണമെന്ന്. ഇതിന്റെ ഉടമസ്ഥ ഞാനാണ്. കാബക്ക് റബ്ബുണ്ട്, അതൊരു ഈമാനാണ്. ഈമാന് ശിർക്കുണ്ടെന്നേ ഉള്ളൂ. അള്ളാഹുവിന് മക്കത്തെ മുശ്രിക്കീങ്ങൾക്ക് വിശ്വാസമുണ്ടായിരുന്നു എന്നുള്ളത് ഏറ്റവും വലിയ അടയാളം തന്നെ. മാത്രമല്ല അബ്ദുൽ മുത്തലിബിന്റെ മകൻ അബ്ദുള്ള, ആ പേരിട്ടത് അബ്ദുൽ മുത്തലിബ് അല്ലേ? അപ്പൊ അള്ളാഹു വിശ്വാസം ഉണ്ടെന്ന് തന്നെ. പക്ഷെ എന്തുകൂടെ ഉണ്ട്? ശിർക്ക് കൂടെ ഉണ്ട്. വമായുമിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ ഹും യുശ്രികൂൻ. ശിർക്ക് ചെയ്തുകൊണ്ടല്ലാതെ അധികം ആളുകളും വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഒട്ടകത്തെ തിരിച്ചു കൊടുത്തു. മക്കക്കാർക്ക് പേടിയായി.
കാരണം അബ്രഹത്ത് കാബ പൊളിക്കാൻ വേണ്ടി വരികയാണ്. അവരെല്ലാവരും മക്കയിലുണ്ടായിരുന്ന ഖുറൈശികളൊക്കെ കാബന്റെ 4 ഭാഗവും വലിയ കുന്നുകളാണ്, വലിയ പാറകളായിരുന്നു. ഈ അടുത്ത കാലത്താണ് അതൊക്കെ പൊളിച്ചത്. ഇപ്പൊ ഈ ലാസ്റ്റ് ഒരു 8-9 കൊല്ലം മുമ്പാണ് കാബന്റെ ഹജർ റഷീദിന്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള കുന്നുകളൊക്കെ പൊളിച്ചിട്ട് അത് ബിൽഡിംഗ് ആക്കി മാറ്റി. അപ്പൊ അവിടെ 10 ലക്ഷം പേർക്ക് മാത്രം നിസ്കരിക്കാൻ സൗകര്യം ഇപ്പൊ അവിടെ ഉണ്ട്. അതിനുള്ളിൽ ഒരു ഹോസ്പിറ്റലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ വലിയ കുന്നുകളൊക്കെ പൊളിച്ച് പണിയതാണ്. അപ്പോൾ കാബന്റെ 4 ഭാഗം കുന്നുകളാണ്. അതുകൊണ്ട് തന്നെ മഴ പെയ്താൽ വെള്ളമൊക്കെ ഒലിച്ചു വരെ കൊടുക്കാണ് കാബന്റെ കൊടുക്കുക. അതുകൊണ്ടാണ് ഇസ്ലാമിക ചരിത്രത്തിൽ കാബ പല തവണ വെള്ളപ്പൊക്കത്തിൽ പൊളിഞ്ഞ ചരിത്രം. കാബയുടെ നിർമ്മാണം നമ്മൾ ഇൻഷാ അല്ലാഹ് വിശദീകരിക്കുകയാണെങ്കിൽ അത് വഴിയിൽ വരും. അപ്പോ ആളെല്ലാവരും കുതിര മുകളിൽ കയറി അബ്രഹത്ത് എന്ത് ചെയ്യുന്നു അറിഞ്ഞു നോക്കാൻ വേണ്ടിയിട്ട്. അബ്രഹത്ത് ആനകളുമായിട്ട് ഇങ്ങോട്ട് വന്നു. കുറച്ചിങ്ങോട്ട് മുന്നോട്ടെത്തിയിട്ട് മിനായിൽ ഇന്നൊരു സ്ഥലമുണ്ട്. അതിന്റെ പേരാണ് വാദി മുഹസ്സർ, താഴ്വര. വാദി മുഹസ്സർ എന്നാണ് താഴ്വരയുടെ പേര്. അവിടെ എത്തിയിട്ട് ആന പിന്നെ മുന്നോട്ട് നീങ്ങുന്നില്ല. ആനകൾ മുന്നോട്ട് മക്കന്റെ ഭാഗത്തേക്ക് ആന നീങ്ങുന്നില്ല. ആനകളൊക്കെ അവിടെ ഇരുന്ന് അനങ്ങുന്നില്ല. ആനകൾ എത്ര ആനയെ കുത്തി നോക്കിയിട്ടും അടിച്ചു നോക്കിയിട്ടും ആന മക്കത്തേക്ക് നീങ്ങുന്നില്ല. എന്നാ ആനകളെ യമനിന്റെ ഭാഗത്തേക്ക് തിരിച്ചു നോക്കിയപ്പോഴോ ആന തിരിച്ചു പോകണുണ്ട്. അപ്പൊ തിരിച്ചിങ്ങോട്ടെ തിരിച്ചു നോക്കി, നീങ്ങണില്ല. ആന കാബന്റെ ഭാഗത്തേക്ക് വരുന്നില്ല. നമുക്കൊക്കെ ഒരു മനസ്സിന് ഒരു സന്തോഷം തരേണ്ട ഒരു പോയിന്റ് അത്. എന്താണ്? നമ്മൾ ഉൾക്കൊള്ളുന്ന മതം അള്ളാന്റെ മതമാണ്. അള്ളാന്റെ സഹായം, അള്ളാന്റെ ദീനിന്റെ വിഷയത്തിൽ അള്ളാഹ് നമുക്ക് നൽകും. നമ്മൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. ഹക്കാണോ പരലോക വിശ്വാസത്തോടുകൂടിയും ഇഖ്ലാസോടുകൂടിയും നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യം അള്ളാന്റെ ഒരു മുന്നറിയിപ്പാ, ഇന്നാന നൻസുറു റുസുലന, നമ്മുടെ ദൂതന്മാരെ നമ്മൾ സഹായിക്കും. നമ്മുടെ ദൂതന്മാരെ മാത്രമല്ല അവരോടൊപ്പം വിശ്വസിച്ചവരെയും നമ്മൾ സഹായിക്കും. അള്ളാന്റെ വാഗ്ദാനാണത്. നമ്മൾ ഇഖ്ലാസോടുകൂടി പ്രവർത്തിക്കണമെന്ന് മാത്രം അത് തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ നോക്കി, നിങ്ങൾ ആനകൾ മുന്നോട്ട് നീങ്ങുന്നില്ല. ഈ സന്ദർഭത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു തരം പക്ഷികളെ നിയോഗിക്കുന്നത്. ആ പക്ഷികളുടെ ചുണ്ടുകളിൽ നരകത്തിൽ നിന്നുള്ള നല്ല ചൂടേറിയ കല്ലുകൾ. അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം ത്വയ്റൻ അബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. നിങ്ങൾ കണ്ടില്ലേ ആനക്കാരെ കൊണ്ട് അള്ളാഹ് എന്താ ചെയ്തത്? അള്ളാഹു അവരിലേക്ക് അയച്ചു ഒരു വിഭാഗം പക്ഷികൾ, അബാബീൽ. അബാബീൽ നിൽക്കുമ്പോൾ ആനകൾ എറിയാൻ വേണ്ടി വന്ന പക്ഷിയാകുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ളതാവെന്ന് കരുതണ്ട. ചെറിയ അടക്കാക്കിളികൾ നമ്മൾ പറയൂലേ, അത്ര വലിപ്പമുള്ളൂ. അള്ളാഹ് അതിന്റെ ആവശ്യമുള്ളൂ. ആ പക്ഷികളുടെ നീണ്ട കൊക്കുകളിൽ കടലമണിയോളം വരുന്ന ചുട്ടുപഴുത്ത കല്ലുകൾ അതിങ്ങനെ വന്ന് വീഴുക മുകളിൽ നിന്ന്. ആർക്കും തിരിച്ചാക്രമിക്കാനൊന്നും കഴിയില്ല. അള്ളാഹിന്റെ ശിക്ഷയാണ്. അള്ളാഹിന്റെ ശിക്ഷ എങ്ങനെ വരാന്ന് പറയാൻ കഴിയില്ല. ആകാശത്തുനിന്നാകാം, കാറ്റുകൊണ്ടാകാം, മഴ കൊണ്ടാകാം, ചരൽവർഷമാകാം, ഒന്നും വേണ്ട. ഇല്ലാ സ്വൈഹത്തം വാഹിദ, ഒരൊറ്റ ശബ്ദം, ഒക്കെ അടിഞ്ഞു വീഴും. അള്ളാഹിന്റെ പണി അത്രേ ഉള്ളൂ. ഇനി എല്ലാം ചില ആൾക്കാർ പറയാറുണ്ട് ഈ മിന്നൽ രക്ഷാജാലങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട്, ഇരുമ്പിന്റെ അടുത്ത് നിൽക്കരുത്, ഇതിന്റെ അടുത്ത് നിൽക്കരുത്, അവിടെ നിൽക്കരുത്, സുരക്ഷിതത്തിന്റെ മാർഗങ്ങൾ സ്വീകരിക്കുകയാണ്, കുഴപ്പമൊന്നുമില്ല. നിൽക്കുന്നിടത്ത് ഹസഫിന ബിഹിം അല്ല പറഞ്ഞത്, നിന്നോടത്തുനിന്ന് ഭൂമിന്റെ അടിയൊക്കെ താഴ്ത്തി കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ രക്ഷപ്പെടാൻ മാർഗമൊന്നുമില്ല. അല്ല ഉദ്ദേശിച്ച സംഗതി അത്രേ ഉള്ളൂ. അത് അല്ല പറയുന്നുണ്ട്, നിങ്ങളെ നാം ശിക്ഷിക്കാത്തത് എന്റെ കാരുണ്യാണ്. നിങ്ങൾ ചെയ്യുന്ന ഓരോ തിന്മകൾക്കും ഞാൻ ശിക്ഷിക്കാൻ പുറപ്പെട്ട ഭൂമിയിൽ ആരും ബാക്കി ഉണ്ടാവൂല. അപ്പൊ നമ്മളിപ്പോ നിലനിൽക്കുന്ന റബ്ബിന്റെ കാരുണ്യം കൊണ്ടാ. ശരി, അന്ന് ആ പക്ഷികൾ വന്ന് കല്ല് കൊണ്ട് എറിഞ്ഞ് ആനകളൊക്കെ വെന്തെരിയാൻ തുടങ്ങിയെന്നാണ്. സൈന്യത്തിൽ പല ആളുകളും മരിച്ചു, പല ആളുകളും അന്ന് ചത്തൊടുങ്ങി, ആനകൾ ചത്തൊടുങ്ങി. ഈ ഇവന് അബ്രഹത്ത് തിരിഞ്ഞോടി യമനിലേക്ക്, തന്റെ നാട്ടിലേക്ക്. ചരിത്രം പറയുന്നുണ്ട്, അന്ന് അവന്റെ ശരീരത്തിലേക്ക് ഈ കല്ലുകൾ വന്ന് വീണിട്ട് പല ആളുകളും മരിച്ച. അപ്പൊ അബ്രഹത്ത് മരിച്ചിട്ടില്ല. അള്ളാഹ് ശിക്ഷ ദീർഘിപ്പിക്കുകയാണ്. എന്നിട്ട് നാട്ടിലേക്ക് എത്തി. എങ്ങനെയെന്നറിയോ? കൈകളുടെ മാംസവും വിരലും കൈപ്പറ്റിങ്ങനെ ഓരോന്നോരോന്ന് മുറിഞ്ഞു മുറിഞ്ഞു മുറിഞ്ഞ് താഴോട്ട് വീഴുക. കാരണം എന്തിനെതിരെ ഇപ്പൊ പണിയെടുത്തത്? ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്ക മുബാറകൻ വഹുദൻ ലിൽ ആലമീൻ ഫീഹി ആയാതും ബയ്യിനാതും മഖാമു ഇബ്രാഹിം വമൻ ദഖലഹു കാന ആമിനാ വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്ത്. സൂറത്ത് ആലി ഇംറാൻ അല്ലാഹ് പറയാണ്, ലോകത്താദ്യമായി അള്ളാഹിനെ ഇബാദത്തിന് ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കപ്പെട്ട പള്ളി കഅബാലയം.
അവിടെ പോയവർക്ക് നിർഭയത്വം, അവിടെ മഖാമു ഇബ്രാഹിം ഉണ്ട്, അവിടെ ആയാത്തും ബയ്യിനാത്ത് വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുണ്ട്. അതിനെതിരെയായിരുന്നു അബ്രാഹത്തിന്റെ പ്രവർത്തനം. അതുകൊണ്ട് ശക്തമായ ശിക്ഷ കൊടുത്തു. ശരീരത്തിൽ അവയവങ്ങൾ ഇങ്ങനെ പഴുത്ത് മുറിഞ്ഞ് താഴോട്ട് ചാടുന്ന ഒരു അവസ്ഥയാണ് അന്ന് ഈ അബ്രാഹത്തിനുണ്ടായിരുന്നത് എന്ന് ചരിത്രം പരിശോധിച്ചാൽ കാണുവാൻ സാധിക്കും. അപ്പൊ ഇതാണ് പ്രവാചകൻ ജനനത്തെ കുറിച്ച് പറയുന്ന ഈ ആനക്കലഹം ഉണ്ടായത് ജനനത്തിന്റെ ഏതാണ്ട് 1.5 മാസം മുമ്പാണ്. അപ്പോ അതും ജനനവും പ്രവാചകനുമായിട്ടൊരു ബന്ധമുണ്ട്. എന്താ? ഇനി ഈ കാബ, ഇനി ഈ മക്ക, അതൊക്കെ സംരക്ഷിക്കപ്പെടാൻ പോകുന്ന, അതിന്റെ എല്ലാം തൗഹീദിന്റെ പഴയ അവസ്ഥയിലേക്ക് മടങ്ങാൻ പോകുന്ന ഒരു പുതിയ സാഹചര്യം വരാൻ പോവുകയാണ്. ഒരു ഉദയം, ഒരു പുതിയ പിറവി അവിടെ സംഭവിക്കാൻ പോവുകയാണ്. അതിലേക്കുള്ളൊരു മുന്നറിയിപ്പ് അള്ളാഹ് ഇതിനെ സംരക്ഷിക്കും. വരാൻ പോകുന്ന പ്രവാചകന്റെ മുന്നായിക്കൊണ്ട് ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ നടപ്പിലാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച് ആ പ്രവാചകന്റെ ജനനശേഷം അവർക്ക് മുല കൊടുത്തത് ഒന്ന് ആമിനയാണ്, പിന്നെ സുവൈബയാണ്, അതേപോലെ തന്നെ പിന്നെ ഹലീമത്തു സഅദിയ എന്ന് പറയുന്ന, നമ്മൾ സാധാരണ പറയാറുള്ള ഹലീമ എന്ന് പറയുന്ന, അവര് ത്വായിഫിൽ നിന്നാണ് വരുന്നത്. ത്വായിഫിൽ നിന്ന് 100 ചില്ലറ കിലോമീറ്റർ ഉൾപ്രദേശം, ഗ്രാമപ്രദേശം. അന്ന് അങ്ങനെയായിരുന്നു. ഈ അങ്ങാടികളിലേക്ക് സ്ത്രീകൾ വരും കുട്ടികളെ അന്വേഷിച്ചുകൊണ്ട്. എന്നിട്ട് പൈസ നിശ്ചയിച്ചിട്ട് ആ 2 വർഷത്തെ മുലകുടി പ്രായം അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. അത് കഴിഞ്ഞിട്ട് തിരിച്ചു കൊണ്ടുവന്ന് കൊടുക്കുക. അതിന് പല ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന്, ഗ്രാമാന്തരീക്ഷത്തിൽ ജീവിക്കുന്ന കുട്ടികൾക്ക് അങ്ങാടികൾ, ടൗണുകളിൽ ജീവിക്കുന്നതിനേക്കാൾ ബുദ്ധിശക്തി ഉണ്ടാകുന്ന, പിന്നെ അങ്ങാടിയുടെ ചില സംസ്കാരങ്ങളും മോശപ്പെട്ട സംഗതികളും അതിനൊക്കെ മാറി ഒരു നല്ല ശുദ്ധ പ്രകൃതി അതിൽ കുട്ടികൾ വളരണം. അപ്പൊ ആരോഗ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടും മാനസികമായ വളർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ടുമെല്ലാം ഏറ്റവും നല്ലത് ഗ്രാമപ്രദേശങ്ങളാണ് എന്ന് മനസ്സിലാക്കിയവരായിരുന്നു അറബികൾ. അതുകൊണ്ട് തന്നെ അന്നാട്ടിലുണ്ടായിരുന്ന ഏർപ്പാടാണ് ഇങ്ങനെ കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ അവരുടെ ആദ്യകാല 2 വർഷത്തെ സംരക്ഷണത്തിന് വേണ്ടി ഇങ്ങനെയുള്ള സ്ത്രീകളുടെ അടുക്കലേക്ക് കൊടുത്തയക്കും. സ്ത്രീകൾ തെരഞ്ഞു വരും ഇങ്ങനെ കുട്ടികളുണ്ടോ എന്ന് ചോദിച്ചിട്ട്. അങ്ങനെ മക്കയിലേക്ക് അന്ന് ഒരുപാട് സ്ത്രീകൾ വന്നു. അധികം ആളുകളും ആമിനയുടെ അടുക്കിലേക്ക് വന്നു. ആരും സ്വീകരിച്ചില്ല. കാരണം എന്താ? യതീമാണ്, വാപ്പല്ല. അപ്പൊ പിന്നെ വരുമാനം കുറയും. അത് പേടിച്ച് ഒരൊറ്റ സ്ത്രീയും ഏറ്റെടുത്തില്ല എന്നാണ്. അവസാനം തിരിച്ചു പോവുകയാണ് ഇവര്. തിരിച്ചു പോകുമ്പോ അന്ന് എല്ലാവർക്കും കുട്ടികളെ കിട്ടി, ഹലീമാക്ക് മാത്രം കുട്ടീനെ കിട്ടിയില്ല. അപ്പോഴാണ് ഹലീമ ചിന്തിക്കുന്നത്, എല്ലാവരും ഓരോ കുട്ടിയുമായി പോകുന്നു, ഞാൻ ഒന്നും എടുക്കാതിരിക്കണ്ട, വീണ്ടും പോയിട്ട് ആമിനയിൽ നിന്ന് കുട്ടിയെ വാങ്ങുകയും എന്നിട്ട് അവർ ത്വായിഫിലേക്ക് യാത്രയാവുകയും ചെയ്തു എന്ന 200 കിലോമീറ്റർ യാത്രയുണ്ട്. അവർക്കാണ് ഹലീമത്തു സഅദിയ എന്ന് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുല കൊടുക്കാൻ ഭാഗ്യം ലഭിച്ച മഹദിയായിരുന്നു അവര്. ആ ഹലീമ കുട്ടിയെ വാങ്ങി തന്നിലേക്ക് അടുപ്പിച്ച സെക്കൻഡ് മുതൽ അവരുടെ ജീവിതത്തിൽ ഒരു വലിയ വലിയ മാറ്റങ്ങൾ ചരിത്രം പറയാണ്. അവരുടെ മാറിടം പാലുകൊണ്ട് നിറഞ്ഞു വന്നു. കുട്ടി എടുത്ത് മാറിലേക്ക് വെച്ചപ്പോഴേക്കിനും മാറ് പാലുകൊണ്ട് നിറഞ്ഞു. ഇങ്ങോട്ട് ത്വായിഫിൽ നിന്ന് വരുമ്പോ എല്ലാവരുടെ മൃഗങ്ങളും ഒട്ടപ്പുറത്തും കഴുതപ്പുറത്തൊക്കെ വരുന്നത് ഭയങ്കര സ്പീഡിലായിരുന്നു. ഈ ഹലീമന്റെ കഴുത ഏറ്റവും ബാക്കില്. തിരിച്ചു പോകുമ്പോഴോ ഏറ്റവും സ്പീഡിൽ ഇവരെ വാഹനം പോകാൻ തുടങ്ങി. മറ്റൊരു ഇത് കണ്ട് അത്ഭുതപ്പെട്ടു എന്നാ. അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ ആ നിമിഷം മുതൽ ഉണ്ടായിട്ടുണ്ട്. വീട്ടിലെത്തിയതിനു ശേഷം അവരുടെ വീടുകളിലൊക്കെ അന്ന് ഈ മഴയില്ലാത്ത കാരണം വരൾച്ച ബാധിച്ച സമയമാണ്. വരൾച്ച ബാധിച്ചാൽ ആടുകൾക്ക് പച്ച പുല്ലുകൾ തിന്നാൻ കിട്ടാനില്ല. പച്ച പുല്ലും തിന്നാൻ ശരിക്ക് കിട്ടിയില്ലെങ്കിൽ ആടുകൾക്ക് പാല് കൃത്യമായി കിട്ടില്ല. അപ്പോ മെലിഞ്ഞൊട്ടിയ ആടുകള്, അകിടില്ലാത്ത ആടുകള്, ആ ആടുകളെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഹലീമ വീട്ടിൽ കൊണ്ടുപോയി വെച്ച സെക്കൻഡ് മുതൽ ആടുകളൊക്കെ തടിച്ചു കൊടുത്തു, ഉഷാറായി. വീട്ടിൽ ഒരുപാട് ഐശ്വര്യം, ഒരുപാട് നന്മ, ഒരുപാട് ഖൈറ്, എന്നും പാല്, അങ്ങനെ സുഭിക്ഷമായ ജീവിതം. എന്തോ ഒരു ഖൈറ് വീട്ടിലേക്ക് വന്നതുപോലെ. 2 കൊല്ലത്തോളം 2 കൊല്ലം പൂർത്തിയാക്കിയിട്ട് ഹലീമ, കാരണം അവരുടെ കരാർ അങ്ങനെയാണ്, മുലകുടി പ്രായം കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടുപോയി കൊടുക്കുക എന്നുള്ളത്. ആ 2 കൊല്ലം പൂർത്തിയാക്കിയിട്ട് അവരെന്ത് ചെയ്തു? കുട്ടിയെ തിരിച്ചു കൊണ്ടുപോയി കൊടുക്കുകയാണ്. പക്ഷെ പോകുമ്പോ ഹലീമാന്റെ മനസ്സിലെന്താണ്? കുട്ടിനെ അവിടെ നിർത്തി പോരരുത്, കുട്ടിനെ തിരിച്ചു കൊണ്ടുവരണം. അത് ആ ഉമ്മാന്റെ ഇഷ്ടമാണ്, ഇനി വിടണ്ടേ എന്നുള്ളത്. വീട്ടിലെ എല്ലാ ഖൈറും ബർക്കത്തും കണ്ടപ്പോ കുട്ടിയെ ഒഴിവാക്കാൻ തോന്നുന്നില്ല, ഒരു ഖൈർ അവർ കാണുന്നുണ്ട്. അങ്ങനെ ആമിനയോട് 2ാം തവണയും അനുവാദം ചോദിച്ചിട്ട് വീണ്ടും കൊണ്ടുപോയി.
വീണ്ടും 2 കൊല്ലം. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹലീമയുടെ വീട്ടിൽ 4 കൊല്ലം താമസിക്കുന്നത്. അതല്ലെങ്കിൽ സാധാരണ നിലക്ക് അന്ന് ഇങ്ങനെ കൊണ്ടുപോരുന്ന സ്ത്രീകൾ 2 കൊല്ലമാണ് വളർത്തിയിരുന്നത്. ആ വീട്ടില് തിരിച്ചെത്തി അങ്ങനെ താമസിക്കുന്നതിനിടക്ക് 4ാമത്തെ കൊല്ലം പൂർത്തിയാകുമ്പോൾ ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെഞ്ച് പിളർത്തുന്ന ഒരു സംഭവം. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിലും മറ്റു സഹീഹായ ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അന്ന് ഹലീമത്തു സഅദിയുടെ കൂടെ വേറെ ചില കുട്ടികളൊക്കെ മുലകുടി പ്രായത്തിലുള്ളവരുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള അപ്പുറത്തുപ്പുറത്തുള്ള അയൽവാസികളായ കുട്ടികളുണ്ട്. അപ്പോൾ കുറച്ച് പ്രായമുള്ള 3-4 വയസ്സ് ഓടിച്ചാടി നടക്കുന്ന കുട്ടികൾ, ആ കുട്ടികൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടി ഇങ്ങോട്ട് ഓടി വന്നിട്ട് ആലിമാട് പറയാണ്. ഇമാം മുസ്ലിമിന്റെ വിശദമായ ഹദീസ് ഉണ്ട്. ചെറിയ ഹദീസ് അവിടെ കൊടുത്തത്, വലിയ ഹദീസ് ഒന്നുകൂടി വിശദമായിട്ട് വേറുണ്ട്. ഒന്നിട്ട് പറയാണ്, എന്താ മുഹമ്മദിനെ ആരോ വന്ന് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് എന്നാണ്. അപ്പൊ സംഭവം എന്താ, ജിബ്രീൽ വന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിടിച്ച് മറിച്ചിട്ട് മലർത്തിക്കിടത്തി നെഞ്ച് പിളർത്തി അതിൽ നിന്ന് ഹൃദയം പുറത്തെടുത്ത് അതിൽ നിന്ന് ഒരു മാലിന്യത്തിന്റെ ചെറിയൊരു മാംസകഷ്ണം, രക്തപിണ്ഡം അതെടുത്ത് പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് ഒരു പാത്രത്തിൽ സംസം വെള്ളം കൊണ്ടുവന്ന് ആ ഹൃദയം കഴുകി വൃത്തിയാക്കി ഉള്ളിലേക്ക് തന്നെ വെച്ച് വീണ്ടും തുന്നി. അനസ് പറയാ, ആ തുന്നി അടയാളം ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് ബുദ്ധിക്ക് യോജിക്കുകയോ കണക്കണ്ട, ഇസ്ലാം ദീൻ മൊത്തം നിഷേധിക്കേണ്ടി വരും. ആ അടയാളം ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് സ്വഹാബികൾ പറയുന്നുണ്ട്. അത്ഭുതകരമായ ഒരു സംഭവം. ഇത് കണ്ടപ്പോ അലീമക്ക് പേടിയായി. ഈ കുട്ടിയിൽ എന്തൊക്കെയോ വേറെ എന്തൊക്കെ സംഗതികളൊക്കെ ഉണ്ട്. വേഗം പേടിച്ചിട്ട് കുട്ടിനെ കൊണ്ടുപോയിട്ട് ആമിനാനെ ഏൽപ്പിച്ചു. അങ്ങനെയാണ് 4ാമത്തെ വയസ്സിൽ ആമിനാന്റെ അടുക്കലേക്ക് വീണ്ടും കുട്ടിയെത്തുന്നത്. 2 കൊല്ലം ആമിനാന്റെ കൂടെ. 2ാമത്തെ കൊല്ലം 6ാമത്തെ വയസ്സായപ്പോ ആമിനയും മരിക്കുകയാണ്. ഇങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ മുലകുടി പ്രായം ഉണ്ടായിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ ദീനിനെ അതിന്റെ സ്രോതസ്സിൽ നിന്ന് മനസ്സിലാക്കി സത്യസന്ധമായ നിലക്ക് ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കാൻ, പണിയെടുക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.